അപ്പൊ നമ്മൾ ക്ലാസ് ആരംഭിക്കും അല്ലേ? അപ്പൊ നമ്മൾ എന്തായാലും ഇപ്പൊ നമ്മള് ഇന്നത്തെ വിഷയം നമ്മൾ ഏതാണ് മക്കളെ പറയൂ? ഇന്നത്തെ വിഷയം ഏതായിരുന്നു പറഞ്ഞത്? അഖീദയിൽ എത്ര പാഠമുണ്ടെന്ന് അറിയോ? അഖീദയിൽ ടോട്ടൽ എത്ര പാഠമാണുള്ളത്? 13. ആ 13 ആ ഓക്കെ. അപ്പൊ ഈ 13 പാഠം നമ്മൾ എന്ത് ചെയ്യുക, അതിൽ പ്രധാനപ്പെട്ട പോയിന്റുകൾ നമുക്ക് നോക്കണം. അതുപോലെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ചർച്ച ചെയ്യണം. ആദ്യം നമ്മൾ ക്വസ്റ്റ്യൻ ചർച്ച ചെയ്താൽ ഒരു 5 പാഠം അല്ലെ, ഒരു 5 പാഠം എടുക്കാം അല്ലെ? നമുക്ക് കുറെ പാഠങ്ങളുള്ളതുകൊണ്ട് നമുക്ക് ഒരു 5 പാഠം എന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ ഒരു 5 പാഠം നമ്മളൊന്ന് ക്വസ്റ്റ്യൻ പേപ്പർ ആദ്യം നോക്കുകയാണോ വേണ്ടത്, അതല്ല പാഠഭാഗം ആദ്യം നോക്കുകയാണോ വേണ്ടത്? നിങ്ങൾ പറയൂ. പാഠഭാഗം നോക്കിയിട്ട് പോലെ. ഓക്കെ, എന്നിട്ട് സമയം ഉണ്ടെങ്കിൽ ബാക്കി നമുക്ക് സമയത്തിന് എന്ത് ചെയ്യാം, പിന്നെ നമുക്ക് ക്വസ്റ്റ്യനും ചർച്ച ചെയ്യാം. അപ്പൊ നിങ്ങളുടെ മുമ്പിൽ പേനയും നോട്ടും ഒക്കെ ഉണ്ടായിരിക്കണം കേട്ടോ, പുസ്തകവും വേണം. ഓക്കെ, അപ്പൊ നമ്മള് കൂടുതൽ സമയം കളഞ്ഞപ്പോ എന്ത് ചെയ്യാം, പാഠത്തിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്ക്രീൻഷോട്ട് ബുക്കാണ്? എങ്ങനെയാ, ഏത് ബുക്കാണ്? ഇപ്പം കയറിയതാണോ? നമ്മൾ പറഞ്ഞില്ല അഖീദ ഇന്നത്തെ വിഷയം കേട്ടോ. എല്ലാവരോടും പറയാണ്ട് ഇന്നത്തെ വിഷയം അഖീദയാണ്. നമ്മളിനി അഖീദയും ഫിഖുഹാണ് മെയിൻ ആയിട്ട് നോക്കാനുള്ളത്. പിന്നെ ലിസാൻ ഖുർആനില് കുറച്ച് നോക്കാണ്ട് നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ, കുറച്ച് ഭാഗം കൂടി ഉണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് വരും ദിവസങ്ങൾ അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യണം. ഏറ്റവും കൂടുതൽ പാഠങ്ങളുള്ള പുസ്തകം കിതാബ് ഏതാന്ന് നിങ്ങളെ കൂട്ടത്തില്? എത്ര പാടുണ്ടെന്ന് അറിയോ? 25 പാഠങ്ങളാണ്. സിമ്പിൾ ആണ്, വിഷയമൊന്നുമില്ല കേട്ടോ. കാരണം നിസ്കാരത്തിന്റെ ഫർളുകളാണ് കുറെ പാഠങ്ങളിൽ ചർച്ച ചെയ്യുന്നത് അല്ലെ. പോയിന്റുകളൊക്കെ മനസ്സിലാക്കി വെച്ചാൽ മതി, അത്രേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, മാഷാ അല്ലാഹ്. ഏതായിരുന്നാലും നമുക്ക് എന്ത് ചെയ്യാറോ, ഇന്ന് അഖീദയിലെ പാഠഭാഗം നമുക്ക് ചർച്ച ചെയ്യാല് റിവിഷൻ നടത്തി പോവാം. എന്നിട്ട് നമുക്ക് സമയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ പേപ്പർ എന്നിട്ട് ക്വസ്റ്റ്യനുകളും ചർച്ച ചെയ്യാം കേട്ടോ. അപ്പൊ ഇൻഷാ അല്ലാഹ് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പോട്ടെ. നിങ്ങൾ കാണുന്നില്ലെങ്കിലൊക്കെ അറിയിക്കണം, കാണുന്നുണ്ടെങ്കിലും പറയണം. ഓക്കെ, സമയം മാറ്റാൻ പറ്റുമോ? സമയത്തിനെ കുറിച്ച് ഇപ്പൊ നമ്മളൊന്നും പറയാത്താണ് നല്ലത്. നമുക്ക് പ്രയാസല്ലേ, റെക്കോർഡല്ലോ. നമുക്കിപ്പം തൽക്കാലം ഇങ്ങനെ പോട്ടെട്ടോ. പിന്നെ മെയിൻ ആയിട്ട് എന്താ വെച്ചാൽ ഒന്ന്, അത് ഏഴാം ക്ലാസ്സിന്റെ ക്ലാസ് രാത്രി നടക്കുന്നുണ്ട്. അത് മുഹമ്മദ് അലി സാറും വേറെ ഉസ്താദും കൂടി ഇരിക്കുന്നുണ്ട്. അതിന് പുറമെ എന്നെ സംബന്ധിച്ചിടത്തോളം ഉസ്താദിനെ എനിക്ക് രാത്രിയുടെ മദ്രസ ഉണ്ട്, ക്ലാസ് ഉണ്ട് കേട്ടോ. അപ്പൊ ആ സമയത്ത് എങ്ങനെയാലും പറ്റത്തില്ല ക്ലാസ് എടുക്കാൻ. അതുകൊണ്ടാണ് നമ്മൾ റെക്കോർഡിംഗ് സിസ്റ്റം ഉണ്ടാക്കിയത്. റെക്കോർഡിംഗ് സിസ്റ്റം ഉണ്ടാക്കിയാൽ ഇനി കേൾക്കാൻ പറ്റാത്ത ആളുകൾക്കൊക്കെ എന്ത് ചെയ്യാം, സാവധാനം അവർക്ക് കേട്ട് മനസ്സിലാക്കാനുള്ള ഒരു സൗകര്യം കൂടി ഇതിലുണ്ട് കേട്ടോ. ഓക്കെ, മുഹമ്മദ് അലി സാർ ഇങ്ങെടുക്കൂലേ? ആ സാറ് വരും ഇൻഷാ അല്ലാഹ്. സാറോട് നമുക്ക് പറയാം. ഫിഖ് നമുക്ക് സാറെ കൊണ്ട് എടുപ്പിച്ചണം. നോക്കട്ടെ, സാറോട് ചോദിച്ചു നോക്കട്ടെ. സാറിന് എന്താ ചെയ്യാൻ ക്ലാസ് ഉണ്ട്, സാറിന്റെ ഒഴിവിനനുസരിച്ചൊക്കെ ഇടയ്ക്കൊക്കെ എന്ത് ചെയ്യും, സാറ് വരും. ഓക്കെ, അപ്പൊ നോക്കൂ, പാഠം 1. ഒന്നാമത്തെ പാഠത്തിന്റെ ഹെഡിങ് ഒന്ന് വായിച്ചു നോക്കി. എന്താണ് കാണുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല. അല്ലാഹു സുബ്ഹാനഹു വ തആല. കാണുന്നില്ലേ? ഓക്കെ, ഞാൻ ഈ ഓരോ പാരഗ്രാഫ് ജസ്റ്റ് ഒന്ന് വായിച്ചു പോട്ടോ. അപ്പൊ നമുക്ക് എന്തെങ്കിലും വിട്ടുപോയതൊക്കെ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുകയും ചെയ്യാം. ഈ ഒന്നാമത്തെ പാരഗ്രാഫില് ഞാൻ നിങ്ങൾ വായിച്ചു പോകാൻ ശ്രദ്ധിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആകാശ ലോകത്ത് മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? എന്തൊരു ഭംഗി! അവയെല്ലാം ചെറുതാണെന്ന് നിങ്ങൾ കരുതിയിട്ടുണ്ടോ? ഭൂമിയേക്കാൾ എത്രയോ വലിയ ഭീമാകാരമായ ഗോളങ്ങളാണ് ഓരോ നക്ഷത്രവും. ഇവിടെ അടയാളിട്ടാണ് ഞാനല്ല. എന്തുകൊണ്ട് അടയാളിട്ട് അറിയോ? ഇതൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദ്യം വന്നിരുന്നു. ചില പൂരിപ്പിക്കാനാണെന്നാണ് എനിക്ക് തോന്നുന്നത്.
അതായത് ഇങ്ങനെയാണ് ചോദിച്ചിട്ടുള്ളത്, ഭൂമിയേക്കാൾ എത്രയോ വലിയ ഭീമാകാരമായ ഗോളങ്ങളാണ് എന്ത്? അപ്പൊ ബ്രാക്കറ്റിൽ ഓപ്ഷൻ ഉണ്ടായിരുന്നു നക്ഷത്രം. ഓരോ നക്ഷത്രങ്ങളും അല്ലേ. അപ്പൊ ഒരു നക്ഷത്രത്തിൽ തന്നെ ഭൂമിയേക്കാൾ വലിയ ഗോളങ്ങളാണ്. ഒരു നക്ഷത്രത്തിൽ തന്നെ എന്ത് ചെയ്യാം, നമ്മളെ ഭൂമിയെ പോലത്തെ ഒരുപാട് ഗോളങ്ങൾ കൊണ്ടുപോയി വെക്കാൻ പറ്റും അർത്ഥം അല്ലേ. അപ്പോൾ അത്രയും വിശാലമായതാണ് ഓരോ നക്ഷത്രങ്ങളും. അപ്പൊ ഇതിനൊക്കെ സൃഷ്ടിച്ച സൃഷ്ടാവ് ആരാണ്? അള്ളാഹു അല്ലേ. അതെ. അപ്പൊ ആ അള്ളാഹു തന്നെയാണ് സ്വർഗം നരകമൊക്കെ പഠിച്ചിട്ടുള്ളത് അല്ലേ. അപ്പൊ നമുക്കത് ആലോചിച്ചറിയാം, ഇത്രയും വലിയ നമ്മളെ കണ്ണുകളെ കൊണ്ട് കാണുന്ന നക്ഷത്രങ്ങളുടെ വലിപ്പം അതാണെന്ന് ശാസ്ത്രജ്ഞന്മാർ നമുക്ക് പറഞ്ഞു തരണം അല്ലേ. അപ്പോ ഇതിനും കാട്ടി വലിയ വേറെ ലോകം സൃഷ്ടിക്കാൻ അള്ളാഹ്ക്ക് കഴിയില്ലേ? യെസ്, കഴിയും. അവിടെയാണ് നമ്മൾ അള്ളാഹ് എന്ന ശക്തിയെ മനസ്സിലാക്കുന്നത് അല്ലേ. യെസ്. ഇനി അടുത്ത പാരഗ്രാഫിൽ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ആവർത്തിച്ചെന്ന ചോദ്യം ഈ ഒരു ഭാഗത്ത് വന്നിട്ടുണ്ട് അല്ലേ. കോടാനുകോടി നക്ഷത്രങ്ങൾ തട്ടാതെ മുട്ടാതെ ശൂന്യാകാശത്ത് നീന്തി തുടിച്ചു കൊണ്ടിരിക്കുന്നു. അതിന് യോജിച്ചൊരു ആയത്താണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. നോക്കൂ ആ ആയത്ത് നോക്കിക്കേ. പരീക്ഷാ പേപ്പറിലൊക്കെ വന്നു. ഓക്കെ. വകുല്ലും ഫീ ഫലകിൻ യസ്ബഹൂൻ അല്ലേ. ഇതിന്റെ അർത്ഥം എന്താണ്? എല്ലാ അതിന്റെ നീന്തിക്കൊണ്ടിരിക്കുന്നു. ഇത് ഏത് സൂറത്തിലാണ്? ഓക്കെ. അപ്പൊ നമ്മളെ ഭൂമിയൊക്കെ എത്ര ഫാസ്റ്റിലൊക്കെ ഇറങ്ങണം അല്ലേ. ഓരോന്നും എന്തെന്ന് നീന്തി തുടിച്ചുകൊണ്ടിരിക്കുക. ഓരോ ഗോളങ്ങളും ഇങ്ങനെ അതിന് അല്ലാഹു തആല നിശ്ചയിച്ച ഒരു വഴിയുണ്ട്, ഒരു റോഡ്, ഒരു മാർഗം. ആ വഴിയിലൂടെ അതിങ്ങനെ എന്ത് ചെയ്യാണ്? നീന്തി തുടിച്ചു കൊണ്ടേയിരിക്കണം, സഞ്ചരിച്ചു കൊണ്ടേയിരിക്കണം അല്ലേ. യെസ്. പിന്നെ ഈ ഭാഗത്തുനിന്ന് ചോദ്യങ്ങളൊന്നും കണ്ടിട്ടില്ല, എന്നാലും നമ്മൾ വായിച്ചു കേട്ടെന്ന് പോട്ടോ. വാഹനങ്ങൾ ഒഴുകി നടക്കുന്ന സുന്ദരമായ റോഡുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? കപ്പലുകൾ സഞ്ചരിക്കുന്ന പാതകൾ സമുദ്രത്തിലുണ്ട്. വിമാനങ്ങൾക്ക് സഞ്ചരിക്കാൻ വ്യോമയാന മാർഗങ്ങളും മനുഷ്യൻ നിർമ്മിച്ചിരിക്കുന്നു. ആധുനിക ഉപകരണങ്ങളുടെ പിൻബലത്തോടെ നിരന്തരം നിരീക്ഷണം നടത്തിയിട്ടും കപ്പലുകൾ കൂട്ടിമുട്ടുന്നു, വിമാനങ്ങൾ അപ്രത്യക്ഷമാകുന്നു, റോഡപകടങ്ങൾ നിത്യസംഭവങ്ങളാകുന്നു. സർവശക്തനായ അള്ളാഹു നിശ്ചയിച്ച സഞ്ചാരപാതയിലൂടെ നീന്തിത്തുടിക്കുന്ന കോടാനുകോടി നക്ഷത്രങ്ങൾ മാത്രം ഒരപകടത്തിലും പെടുന്നില്ല. എന്തുകൊണ്ട്? ഇതിന് ആൻസർ എന്താ നിങ്ങൾ പറയാ? അപ്പൊ ഇത് ചോദ്യം വരാൻ സാധ്യത കേട്ടോ. ചിലപ്പോ ഇവിടെ ചോദ്യം വരാൻ സാധ്യതയുണ്ട്. സർവജ്ഞനായ അള്ളാഹുവിന്റെ നിയന്ത്രണം കൊണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ്, മറ്റുള്ളൊക്കെ മനുഷ്യ നിർമ്മിതിയാണ്. അപ്പൊ മനുഷ്യന്മാർ നിർമ്മിച്ച ഏത് മാർഗങ്ങളും ഏത് വാഹനങ്ങളായാലും വേണ്ടിയില്ല, അല്ലെങ്കിൽ കപ്പലുകളോ വിമാനങ്ങളോ എന്തായാലും അതൊക്കെ എത്ര നമ്മളെ സൗകര്യം, എത്ര പരീക്ഷണങ്ങൾ നടത്തിയാലും അത് ഒരുപക്ഷെ എന്ത് ചെയ്യും, അപകടത്തിൽ പെടും അല്ലേ. നമ്മൾ ഒരുപാട് വാർത്തകൾ കേൾക്കണം അല്ലേ. കഴിഞ്ഞ വർഷം തന്നെ ഒരുപാട് വിമാനാപകടങ്ങൾ ഇവിടെ അടുത്ത് നമ്മൾ കണ്ടില്ലേ. ഇതൊക്കെ എന്താണ്, അത് മനുഷ്യന്റെ കൺട്രോളിൽ ആയാല് അപകടങ്ങളൊക്കെ സംഭവിച്ചേക്കാം എന്നതിന്റെ അടയാളമാണ്. പക്ഷെ പാഠത്തിന്റെ എനിക്കൊന്ന് അണ്ടർലൈൻ ചെയ്യാനാ. എങ്ങനെ മക്കളെ? ഒന്ന് മോളിക്ക് പാഠം ഫുള്ളായിട്ട് ഒന്ന് കാണിച്ചു അണ്ടർലൈൻ ചെയ്യാനാ. കാണിച്ചത് ഈ ഭാഗം കഴിഞ്ഞിട്ട് കാണിച്ചതാ കേട്ടോ. സർവജ്ഞനായ അള്ളാഹുവിന്റെ നിയന്ത്രണം കൊണ്ട് എന്നാണ് പറയേണ്ടത്. അതായത് അള്ളാഹു നിശ്ചയിച്ച പാതയിലൂടെ നീന്തി തുടിക്കുന്ന കോടാനുകോടി നക്ഷത്രങ്ങൾ മാത്രം ഒരപകടത്തിലും പെടുന്നില്ല. എന്തുകൊണ്ടെന്ന് വെച്ചപ്പോ നമ്മളെന്താ ആൻസർ പറഞ്ഞേ? എന്താ കാരണം പറഞ്ഞേ? സർവജ്ഞനായ അള്ളാഹുവിന്റെ നിയന്ത്രണം കൊണ്ടാണ് അല്ലെ. അതുകൊണ്ടാണത് കൂട്ടിമുട്ടാത്തത്. ഒരാളെയും ആശ്രയിക്കാതെ തീർത്തും സർവതന്ത്ര സ്വതന്ത്രമായി അനുനിമിഷം ഈ ലോകം മുഴുവൻ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹു എത്ര ഉന്നതൻ. ഈ മുകളിൽ കണ്ടില്ലേ, ഇത് ഉസ്താദ് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഇട്ടുണ്ട് കേട്ടോ. അത് നിങ്ങൾ അണ്ടർലൈൻ ചെയ്യാനൊന്നും വിഷയമാക്കണ്ട. ഞാൻ ഈ എടുത്ത പാഠങ്ങളൊക്കെ ഗ്രൂപ്പിൽ അയച്ചിട്ടുണ്ട്, ഈ അടയാളപ്പെടുത്തിയ ഭാഗങ്ങളൊക്കെ കേട്ടോ. അത് നിങ്ങൾ എന്ത് ചെയ്യുക, സ്റ്റാർ ഇട്ട് വെച്ചാൽ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും. എന്നാൽ പിന്നെ നമുക്ക് പരീക്ഷയ്ക്ക് ആ പ്രധാനപ്പെട്ട പോയിന്റ് ഏതായാലും വായിക്കാം, മറ്റുള്ളത് സമയത്തിനനുസരിച്ച് വായിക്കാം. ഓക്കെ കേട്ടോ. ഓക്കെ. അപ്പൊ നമ്മൾ ഈ പാഠത്തിലെ ആ പേജ് കഴിഞ്ഞു. കണ്ടില്ലേ, നേരത്തെ ചോദിച്ച മോള് കണ്ടില്ലേ? ഇതാണ് കേട്ടോ. ഇനി നിങ്ങൾക്കത് ഗ്രൂപ്പിൽ അയച്ചിട്ടുണ്ട്, അതാണ് നല്ലത്. എന്നാ വെച്ചാൽ നമുക്ക് അതിന് നോക്കി നിങ്ങൾക്ക് സുഖമായിട്ട് ചെയ്താം കേട്ടോ. ഇനി ഈ പാഠത്തിൽ ഇപ്പൊ നമ്മൾ ഈ അടയാളപ്പെടുത്തിയതാണ് പ്രധാനപ്പെട്ട ചോദ്യം എന്ന് മാത്രമാണ്. ഇതെല്ലാത്തിലും വരാം കേട്ടോ.
എങ്ങനെയാ? ഉസ്താദ് എടുക്കണ പാഠം ഫുള്ളായിട്ട് എഴുതിയ കുഴപ്പമുണ്ടാ? പാഠം ഫുള്ളായിട്ട് എഴുതേ? ഫുള്ളായിട്ട് എഴുതാറ് മനസ്സിലായി. നമ്മളിതിൽ പ്രധാനപ്പെട്ട പോയിന്റ് എഴുതിയേക്കാനാണ്. മറ്റുള്ളതൊക്കെ നിങ്ങൾ നോട്ടിലൊക്കെ ചോദ്യത്തിലൊക്കെ നിങ്ങൾ എഴുതിയിട്ടില്ലേ? നിങ്ങൾ എന്താ പറയാ ഈ സ്റ്റാർ ഇട്ട് എഴുതണം എന്ന് പറയാനുള്ള കാരണം നിങ്ങൾക്ക് പോയിന്റ് എഴുതിയേക്കാനാണ്. ഈ പാഠത്തിൽ പ്രധാനപ്പെട്ട പോയിന്റുകൾ പറഞ്ഞിട്ട് എഴുതിയേക്കാനാണ്. ഓരോ പാഠത്തിലെയും പോയിന്റുകളാണ് ഈ അടയാളപ്പെടുത്തിയ എഴുതിക്കോളി എന്ന് പറയാനുള്ള കാരണം. ഇനി ഇതല്ലാത്ത ചോദ്യങ്ങൾ വരില്ല എന്ന് അർത്ഥമില്ല. അതുകൊണ്ട് നമ്മളിങ്ങനെ വായിച്ച് ഇതിൽ പ്രധാനപ്പെട്ടൊക്കെ പറഞ്ഞു തരണം കേട്ടോ. അവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പെൻസിലുള്ള ആളുകൾ പെൻസിൽ കൊണ്ട് മാത്രം, പേനോട് ചെയ്യരുത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതൊക്കെ കൈപ്പെട്ടതാണ്. അപ്പൊ അതുപോലത്തെ ഭാഗങ്ങൾ നിങ്ങൾ എന്ത് വേണമെങ്കിൽ വായിക്കുമ്പോൾ അടിയിൽ വെട്ടണം. നമ്മൾ ചോദ്യം വന്ന ഭാഗം മാത്രമാണ് ഇപ്പം ഉണ്ടായിട്ടുള്ളത് ഇതിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. പ്രത്യേകിച്ച് 2018 മുതൽ 24 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ക്വസ്റ്റ്യൻസ്. ഓക്കെ, നമ്മൾ വേഗം പോകട്ടെ, ശ്രദ്ധിക്കണേ. ഇനി ഇത് വായിക്കേണ്ട ആവശ്യമുണ്ട്. അതായത് ജസ്റ്റ് ഒന്ന് വായിച്ചുതരാം. നാം ജനിക്കുമ്പോൾ നമ്മുടെ വായിൽ പല്ലുകൾ ഇല്ല, പിന്നീട് അത് മുളക്കുന്നു. നിശ്ചിത വലിപ്പമായാൽ വളർച്ച നിൽക്കുന്നു. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും ഒന്ന് ആലോചിച്ചു നോക്കൂ. പുറത്തേക്ക് തള്ളി നിൽക്കുന്ന വലിയ പല്ലുകൾ ഊഹിക്കാൻ പോലും കഴിയുന്നില്ല. ഇത്ര ശാസ്ത്രീയമായ കാര്യങ്ങൾ സംവിധാനിക്കുന്നതിന്റെ പിന്നിൽ ആരാണ്? സർവശക്തനായ അള്ളാഹു തന്നെ. പിന്നെ ഇങ്ങനെ ഇനി ഉസ്താദ് അടയാളപ്പെടുത്തി കണ്ടോ, നിങ്ങൾ കാണുന്നുണ്ടാവും, ഒരു റോസ് കളറിൽ അല്ലേ. ഇതെന്താ വെച്ചാൽ ഒരു ചോദ്യത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ഊർജവും പ്രകാശവും നൽകുന്ന ഗോളം സൂര്യൻ അല്ലേ. നമുക്ക് ഊർജവും പ്രകാശവും നൽകുന്ന ഗോളം അല്ലെങ്കിൽ ഗ്രഹം ഏതാ വെച്ചാൽ നമ്മളെന്താ പറയാ, സൂര്യൻ അല്ലേ. അത് നോട്ട് ചെയ്തിട്ട് ചിലപ്പോൾ അങ്ങനെയൊക്കെ ചോദ്യം വരും. ഇതിന്റെ ഉള്ളിൽ നിന്നൊക്കെ ഏതെങ്കിലും രൂപത്തിലൊക്കെ എന്ത് ചെയ്യും, തിരിച്ചും മറിച്ചൊക്കെ എന്ത് ചെയ്യും, നമുക്ക് ക്വസ്റ്റ്യൻ വരാന് സാധ്യത ഉണ്ട്. എന്നാലും ഒന്നാം പാഠത്തിന് കൂടുതൽ പൊതുപരീക്ഷയ്ക്ക് വന്നിട്ടില്ല, ശ്രദ്ധിക്കുന്ന നമ്മൾ പ്രധാനപ്പെട്ട മാത്രമാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ഈ സൂര്യനെ കുറിച്ച് പറയാണ് പിന്നീട്. അത് നമ്മോട് അടുത്ത് സ്ഥാപിക്കപ്പെട്ടിരുന്നെങ്കിൽ ചൂടിന്റെ കാഠിന്യം കൊണ്ട് നാം ഒക്കെ കത്തി ചാമ്പലാകുമായിരുന്നു. നിലവിലുള്ളതിനേക്കാൾ വളരെ മുകളിലാണെങ്കിലോ അപ്പൊ നമുക്ക് പ്രകാശവും ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, തണുത്ത് പറക്കും അല്ലെ. നാമൊക്കെ തണുത്തി വിറങ്ങലിച്ചു പോകുമായിരുന്നു. ഇത്ര കൃത്യവും വ്യക്തവും ഭദ്രവുമായി സർവ്വഗോളങ്ങളും നിയന്ത്രിക്കുന്ന അള്ളാഹുവിന്റെ മുമ്പിൽ നമുക്ക് അങ്ങേയറ്റത്തെ വിനയം പ്രകടിപ്പിക്കാം. പിന്നെ ഒരു ചോദ്യം വരാൻ സാധ്യതയുള്ള മേഖലയായിട്ട് ഇനി പറയാൻ പോണത്, നിസ്കാരത്തിലെ സുജൂദിൽ നാം ചൊല്ലുന്ന ദിക്ർ എത്ര അർത്ഥവത്താണ്? ഇതിന്റെ അർത്ഥം ചിലപ്പോൾ ചോദിക്കും. എന്താണ് ചൊല്ലുന്ന ദിക്ർ എന്താ പറഞ്ഞേ? അത്യുന്നതനായ എന്നെ നാഥനെ ഞാൻ പരിശുദ്ധനാക്കുന്നു, അവനെ ഞാൻ സ്തുതിക്കുകയും ചെയ്യുന്നു. അത്യുന്നതനായ എന്റെ നാഥനെ ഞാൻ പരിശുദ്ധമാക്കുന്നു, അവനെ ഞാൻ സ്തുതിക്കുകയും ചെയ്യുന്നു. അപ്പൊ അതൊന്ന് മനസ്സിലാക്കുക, ആ ഭാഗം ചോദ്യം വരും. അപ്പൊ ഒന്നാമത്തെ പാഠത്തിൽ ഇത്രയൊക്കെ തന്നെ വരുള്ളൂ. ഈ അടയാളത്തി ഭാഗം പ്രധാനപ്പെട്ടത്. രണ്ടാമത്തെ പാഠം ശ്രദ്ധിച്ചോ, ഇതിന്റെ ഹെഡിങ് ഒന്ന് വായിച്ചേ. ഓക്കെ, നിങ്ങളെ മുമ്പിൽ പുസ്തകം ഉണ്ടായിക്കോട്ടെ. മൊബൈലിൽ സ്ക്രീനിൽ കാണാത്ത കുട്ടികൾക്ക് നിങ്ങളെ പുസ്തകം നോക്കിയാലും മതി. പറഞ്ഞ ഭാഗം ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഈ ഷിർക്ക് എന്നുള്ള പാഠം, ഈ പാഠഭാഗത്തു നിന്ന് നിരന്തരം ആവർത്തിച്ചിരുന്ന കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ പെട്ടതാണ് തൗഹീദ് എന്നാൽ എന്ത്, അതേപോലെ ഇബാദത്ത് എന്നാൽ എന്ത്, അതേപോലെ ഷിർക്ക് എന്നാൽ എന്ത്. ഈ 3 ചോദ്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ തന്നെ ആ ചോദ്യങ്ങളെ ആൻസർ ഒക്കെ ഉണ്ട്. അതുപോലെ ഇതിൽ വരാവുന്ന പ്രധാനപ്പെട്ട എപ്പോഴും അറിഞ്ഞ ആയത്താണ് ഇന്ന. അതിന്റെ അർത്ഥം എന്താണ്? ഇതൊക്കെയാണ് ഇതിൽ പ്രധാനമായിട്ടും. അല്ല, ഒന്നുകൂടി ഞാൻ ഓരോ പാരഗ്രാഫിൽ വായിക്കാം. ഇത് ചോദിച്ചൊരു ഭാഗമാണ് എന്ത്, ഇവിടെ നമുക്ക് ജീവിത വിഭവങ്ങൾ ഒരുക്കി തരുന്നത് ആര്? ഒക്കെ ചോദിക്കും ചിലപ്പോൾ. 1ാം ക്ലാസ്സിലെ കുട്ടികളുടെ ചോദിക്കലില്ലേ, നമ്മള് ദീനിയാത്ത് അഖ്ലാഖിലൊക്കെ ചോദിക്കുന്നത് പോലെ, അതേപോലെ നിങ്ങളും ചിലപ്പോൾ ചോദിക്കുന്നത് പോലെ കേട്ടോ. സർവ്വ വസ്തുക്കളെയും സൃഷ്ടിച്ചത് ആരാണ്? അല്ലാഹു. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നാണ് നമുക്ക് ജീവിത വിഭവങ്ങൾ ഒരുക്കി തരുന്നത് ആരാണ് എന്ന്. അപ്പൊ നമ്മൾ എന്താ പറയാ, അള്ളാഹു. ജീവിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതും അവനാണ്. ഭൗതികവും അഭൗതികവുമായ
എല്ലാ കാര്യങ്ങളും നടക്കുന്നത് അവന്റെ കഴിവ് കൊണ്ട് മാത്രമാണ്. അവൻ കഴിവ് നൽകാതെ ഒരു ചെറുവിരൽ പോലും അനക്കാൻ നമുക്ക് കഴിയില്ല. പിന്നെ ഇത് ചോദിക്കാൻ സാധ്യത ഇനി പറയാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അള്ളാഹുവിനെ അനുസരിക്കുന്നവർക്ക് അവൻ എന്ത് നൽകും? അല്ലാഹു ധാരാളം സിഫാത്തുകളും അതല്ല അവനെ അവർക്ക് എന്ത് നൽകും? അവനെ അനുസരിക്കുന്നവർക്ക് സ്വർഗം നൽകും. അവനെ ധിക്കരിക്കുന്നവർക്കോ നിഷേധിക്കുന്നവർക്കോ അവൻ നരകം നല്ല ശിക്ഷ നൽകും കേട്ടോ. നരകം തന്നെ ഉദ്ദേശിക്കുന്നത് ശിക്ഷ നൽകുന്നതാണ് പുസ്തകത്തിലുള്ള. ശ്രദ്ധിക്കണേ. തൗഹീദ് അഥവാ ഏകദൈവ വിശ്വാസം എന്ന് പറയുമ്പോൾ എന്തിന് ഒന്ന് പറയൂ. ഓക്കെ മാഷാ അല്ലാഹ്. അല്ലാഹു ദാത്തിലും സിഫാത്തിലും അഫ്ആലിലും ഏകനാണ്. ഈ വിശ്വാസത്തിന് തൗഹീദ് എന്ന് പറയുന്നു. അതായത് ഇനി ഈ ബ്രാക്കറ്റ് ഇട്ടാൽ നമ്മൾ അഥവാ എന്ന് വായിച്ചാൽ മതി അല്ലെ. അള്ളാഹു ദാത്തിലും, ദാത്ത് എന്ന അറബി വാക്കാണ്, സിഫാത്ത് പറഞ്ഞാലൊക്കെ അറബി വാക്കാണ്, അഫ്ആൽ എന്ന് പറഞ്ഞാലും അറബി വാക്കാണ്. അപ്പൊ അതിനൊക്കെ അതിന്റെ അർത്ഥങ്ങൾ എന്ത് ചെയ്താണ് അറബി മലയാളത്തിൽ ബ്രാക്കറ്റിൽ കൊടുത്താണ് കേട്ടോ. അപ്പം പറയുമ്പോ വായിക്കണം. അപ്പം ഒന്നുകൂടി അത് ഫുള്ളായിട്ട് വായിച്ചോളി. അത് അപ്പോഴാണ് അതിന്റെ അർത്ഥത്തോട് കൂടെ നമ്മൾ വായിച്ച് പഠിക്കാന്ന് മാത്രം. അതായത് അള്ളാഹു ദാത്തിലും അഥവാ സത്തയിലും, സിഫാത്തിലും അഥവാ വിശേഷണങ്ങളിലും, അഫ്ആലിലും അഥവാ പ്രവർത്തനങ്ങളിലും ഏകനാണ്. ഈ വിശ്വാസത്തിന്റെ തൗഹീദ് അഥവാ ഏകദൈവ വിശ്വാസം എന്ന് പറയുന്നു. അപ്പൊ നമ്മൾ ചിലപ്പോ ചോദിക്കും, ഈ തൗഹീദ് എന്ന വാക്കിന്റെ അർത്ഥം എന്താ? തൗഹീദ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഏകദൈവ വിശ്വാസം അല്ലെ. അങ്ങനെയും ചിലപ്പോ ചോദിക്കാറുണ്ട് കേട്ടോ. ഓക്കെ. അവൻ ഒരാളുടെ പിതാവോ സന്തതിയോ അല്ല, അവൻ എത്ര വിശുദ്ധൻ. ഓക്കെ. പിന്നെ എല്ലാ കഴിവുകളുടെയും ഉടമയാണ് അവൻ ആര്? ചോദ്യം വന്ന ഭാഗത്ത് അതുകൊണ്ടാണ് എല്ലാ കഴിവുകളുടെയും ഉടമ അള്ളാഹുവാണ്. അതുപോലെ അങ്ങേ അറ്റത്തെ താഴ്മക്കർഹൻ ആര്? അള്ളാഹു. ഇതൊക്കെ അള്ളാഹുവിനെ കുറിച്ച് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ ചോദ്യം വന്നതാണ് കേട്ടോ മക്കളെ. ഇതൊക്കെ ക്വസ്റ്റ്യനിൽ വന്നതാണ്. അതുകൊണ്ടാണ് അവിടെ ഒക്കെ അടയാളപ്പെടുത്തി പോയിട്ടുള്ളത്. ഓക്കെ. അപ്പൊ എല്ലാ കഴിവുകളുടെയും ഉടമയാണവൻ, അങ്ങേയറ്റത്തെ താഴ്മക്കർഹൻ അവൻ മാത്രമാണ്. ഓക്കെ. നാം അവന്റെ പരമമായ താഴ്മ ചെയ്യണം. ഇനിയാണ് അടുത്ത പോയിന്റ്. ഇബാദത്ത് എന്നാൽ എന്താണ്? അഥവാ ആരാധന. ആരാധന എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അറ്റം ആദരവും ഭയഭക്തിയും പരമാവധി താഴ്മ ചെയ്യലാണ് മൈക്ക് ഓഫ് ചെയ്യണേ. മൈക്ക് ഓൺ ആക്കിയിട്ടുണ്ടല്ലോ. ആരാണ് മൈക്ക് ഓഫ്? നൗഷാദ് അല്ലേ? മൈക്ക് ഓൺ ആണ്, ശ്രദ്ധിക്കണേ. ക്ലാസ് ഡിസ്റ്റർബ് ആകും. ശ്രദ്ധിക്കണം. നമ്മളിപ്പോ രണ്ടാമതായിട്ട് പഠിച്ചത് എന്താണ്? ഇബാദത്ത് എന്നാൽ എന്ത് അല്ലെ? എന്താണ് ഇബാദത്ത് എന്നാൽ? ഒന്നുകൂടി പറയൂ. അങ്ങേ അറ്റവും ഓക്കെ. ശ്രദ്ധിക്കണേ. അപ്പൊ അങ്ങേ അറ്റം ആദരവും ഭയഭക്തിയും ഉൾക്കൊണ്ട് പരമാവധി താഴ്മ ചെയ്യലാണ് ഇബാദത്ത് അല്ലെ. നമ്മളിപ്പോ നിസ്കരിക്കുമ്പോ കണ്ടില്ലേ, നിസ്കാരത്തില് നമ്മുടെ ഏറ്റവും പരിശുദ്ധമായ മുഖം നമ്മൾ എവിടെ കൊണ്ടുപോയി വെക്കാണ്? ഭൂമിയിൽ. നമ്മൾ നടക്കുന്ന മണ്ണിൽ എന്ന് പറയാം അല്ലെ. അപ്പൊ അതെന്താണ്? അങ്ങേയറ്റത്തെ താഴ്മയുടെ അടയാളാണ്. അതുകൊണ്ട് സുജൂദ് അള്ളാഹുവിന്റെ മുമ്പിൽ അല്ലാത്ത ആരുടെയെങ്കിലും മുമ്പിൽ ചെയ്യാൻ പാടുണ്ടോ? ഇല്ല.
അത് ഇബാദത്തിന്റെ ഏറ്റവും മൂർധന്യാവസ്ഥയാണ് അല്ലെ. ഇബാദത്തിന്റെ ഏറ്റവും നല്ല അതിന്റെ ഉച്ചയാണ്, അതിന്റെ ഏറ്റവും ഉയർന്ന അവസ്ഥയാണ് സുജൂദിൽ പോവുക എന്നുള്ളത്. ഉണ്ടോ? അപ്പൊ അതൊക്കെ എന്താ നമ്മൾ ചെയ്യുന്ന? ആ സുജൂദ് എന്താണ്? അങ്ങേയറ്റത്തെ ആദരവും ഭയഭക്തിയും ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ പരമാവധി താഴ്മ ചെയ്യുന്ന അവസ്ഥയാണ് സുജൂദൊക്കെ. യെസ്. അപ്പൊ ഇബാദത്തിന്റെ നിർവചനം എന്താന്ന് ചോദിച്ചാൽ ഇതാണ് പറയുന്നത്. ഒരുപാട് ക്വസ്റ്റ്യനിൽ ആവർത്തിച്ചു വന്ന ചോദ്യമാണ്. അങ്ങേയറ്റം ആദരവും ഭയഭക്തിയും ഉൾക്കൊണ്ട് പരമാവധി താഴ്മ ചെയ്യലാണ് ഇബാദത്ത് അഥവാ ആരാധന. അത് നോട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. മുസ്ലിങ്ങളായ നാം ഇബാദത്തിന് അർഹനായി വിശ്വസിക്കുന്നത് ഏകനായ അള്ളാഹുവിനെ മാത്രമാണ് അല്ലെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. നമ്മൾ നേരത്തെ തൗഹീദ് പറഞ്ഞില്ലേ, അതിന്റെ വിപരീതമാണ് ഓക്കെ മക്കളെ, പറഞ്ഞാൽ മതി. പറഞ്ഞ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കരുത്. അപ്പൊ നമ്മളെ സമയം ഒരുപാട് പോട്ടോ. ശ്രദ്ധിക്കുക. ഒറ്റവട്ടം പറഞ്ഞാൽ മതി. ശ്രദ്ധിക്കുക. ഇവിടെ അവനല്ലാതെ എന്നൊക്കെ ഒരാൾ പറഞ്ഞു. നമ്മൾ പുസ്തകത്തിൽ അങ്ങനെ തന്നെ ഉള്ളത്. പക്ഷെ നമ്മളോട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദ്യം ചോദിച്ചാൽ ഈ അവൻ പറഞ്ഞാൽ എങ്ങോട്ടാ പോവാ, ആരാന്നറിയില്ല. അപ്പൊ അവിടെ എന്താക്കണം? അള്ളാഹു നോക്കണം. അപ്പൊ അള്ളാഹു അല്ലാതെ ഇബാദത്തിന് അർഹനായി മറ്റൊരാളുണ്ടെന്ന വിശ്വാസമാണ് ഷിർക്ക് അഥവാ ബഹുദൈവ വിശ്വാസം. ആരാധനക്ക് അർഹൻ ഒരേ ഒരു ശക്തിയേ ഉള്ളൂ, ഒരേ ഒരു ദൈവം. അതാരാണ്? അത് അള്ളാഹു മാത്രമാണ്. അപ്പൊ ഇബാദത്തിന് അർഹൻ അള്ളാഹു അല്ലാതെ ഇബാദത്തിന് അർഹനായി ഉണ്ടെന്ന വിശ്വാസമാണെന്ന് ഷിർക്ക്, ബഹുദൈവ വിശ്വാസം. അപ്പൊ മക്കളെ, നമ്മൾ 3 കാര്യങ്ങൾ പഠിച്ചു. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാണ്. ശ്രദ്ധിക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആട്ടോ. അതുകൊണ്ടാണ് പറയുന്നത്. ഒന്നാമത് നമ്മൾ പറഞ്ഞത് തൗഹീദ് എന്നാൽ എന്താണ് പഠിച്ചത്? തൗഹീദ് എന്നാൽ എന്താണ് പറയൂ? അല്ലാഹു ദാത്തിലും അഥവാ സത്തയിലും വിശേഷണങ്ങളിലും അഫ്ആലിലും അഥവാ പ്രവൃത്തിയിലും ഏകനാണ്. ഈ വിശ്വാസത്തിനാണ് തൗഹീദ് ഏകദൈവ വിശ്വാസം എന്ന് പറയുന്നത്. അതുപോലെ ഇബാദത്ത് എന്നാൽ എന്താണ്? ഇബാദത്ത് എന്നാൽ എന്താണ്? ഓക്കെ ഓക്കെ. ഇനി നമ്മള് അവനല്ലാതെ ബഹുദൈവ വിശ്വാസം എന്ന് പറയുന്നത്. അവൻ അല്ലാതെ, അതായത് അള്ളാഹു അല്ലാതെ ഇബാദത്തിന് അർഹനായി മറ്റൊരാളുണ്ടെന്ന വിശ്വാസമാണ് ഷിർക്ക്. ഓക്കെ. ഇനി അടുത്ത പേജിൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ ഭാഗം ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അള്ളാഹുവിന്റെ കേൾവി, കാഴ്ച, അറിവ്, ശക്തി, സിഫത്തുകളുടെ സാദൃശ്യമായ സൃഷ്ടികളിൽ ആർക്കെങ്കിലും ഉണ്ടെന്ന് വിശ്വസിക്കലും അവകാശപ്പെടലും ഷിർക്കാണ്. ഇനി നോക്കൂ, അതിഗുരുതരമായ അതിക്രമമാണ് ഷിർക്ക്. അതിന്റെ ആയത്തെന്താണ്? അതിന്റെ ആയത്തെന്താണ്? അല്ലെ? അതിന്റെ അർത്ഥം എന്താണ്? ഗുരുതരമായ അതിക്രമമാണ്. ഓക്കെ. അൻബിയാ, ഔലിയാ, ശുഹദാ തുടങ്ങിയവർ സച്ചരിതരും സൽവൃത്തരുമാണ്. അവരെ നാം ആദരിക്കണം. അള്ളാഹുവിന്റെ കഴിവ് കൂടാതെ മുഅ്ജിസത്തോ കറാമത്തോ പ്രകടിപ്പിക്കാൻ അവർക്ക് കഴിയില്ല. അപ്പൊ അമ്പിയാക്കളേക്ക് മുഅ്ജിസത്ത് ഉണ്ടാവലും ഔലിയാക്കളിൽ നിന്ന് കറാമത്ത് ഉണ്ടാവണമെങ്കിലും അതൊക്കെ ആരുടെ കഴിവ് കൊണ്ട് മാത്രമാണ്? അവർക്ക് കഴിവ് കൊടുക്കുന്നുണ്ടല്ലേ? പക്ഷെ അവർ അള്ളാഹു ഇഷ്ടപ്പെട്ടവർ ആയതുകൊണ്ട് അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അള്ളാഹു നടപ്പാക്കി കൊടുക്കും അല്ലെ. അപ്പൊ നമ്മള് അള്ളാഹിന് ഇഷ്ടപ്പെട്ട ആൾക്കാരാണെങ്കിൽ നമ്മൾ ചോദിച്ചതും ഇതുപോലെ നമ്മൾ അപ്പൊ അള്ളാഹുലേക്ക് ഏറ്റവും അടുക്കുക. അങ്ങനെ അടുത്ത ആളുകളാണ് അള്ളാഹുവിന്റെ അമ്പിയാക്കൾ, ഔലിയാക്കളൊക്കെ അല്ലെ. അപ്പൊ അവരുടെ ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ അള്ളാഹു അവർക്ക് സാധിച്ചു കൊടുക്കും. ഓക്കെ. അവർ മുഖേന, അതായത് അമ്പിയാക്കൾ, ഔലിയാക്കൾ, ശുഹദാക്കൾ ഇവരൊക്കെ മുഖേന അള്ളാഹുവിനോട് അഭ്യർത്ഥന നടത്തുന്നത് എന്താണ്? പുണ്യവും പ്രവാചക മാതൃകയുമാണ്. ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ മക്കളെ. ഇവിടെ അടയാളപ്പെടുത്തിയിട്ടില്ല, എന്നാലും ശ്രദ്ധിക്കുക. ചിലപ്പോ ഇങ്ങനെ ചോദിക്കാറുണ്ട്, എന്ത്
അവർ മുഖേന. ആരാണ് അവർ മുഖേന പറഞ്ഞാല്? ആര് മുഖേന ഉദ്ദേശിക്കുന്നത്? അമ്പിയാക്കൾ, ഔലിയാക്കൾ, അമ്പിയാക്കൾ, ശ്രോതാക്കൾ ഇവർ മുഖേന. അമ്പിയാക്കൾ, ഔലിയാക്കൾ, ശ്രോതാക്കൾ ഇവർ മുഖേന അതായത് അള്ളാഹുവേ മഹാന്മാരെ അമ്പിയാക്കളുടെ ബർക്കത്ത് കൊണ്ട് അല്ലെങ്കിൽ ഔലിയാക്കളുടെ ബർക്കത്ത് കൊണ്ട് അവരുടെ ഹക്ക് ജാഹ് കൊണ്ട് ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കൂല. അതാണ് അവർ മുഖേന എന്ന് പറഞ്ഞത്. അത് അള്ളാഹ് അങ്ങനെ അവരെ മുൻനിർത്തിക്കൊണ്ട്, അവർ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ആൾക്കാരാണല്ലോ. നമ്മൾ എന്തെങ്കിലും അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം ചെയ്തു, സ്വതക്ക ചെയ്തു, അപ്പൊ അത് മുൻനിർത്തിയിട്ടൊക്കെ നമുക്ക് ചോദിക്കാം അള്ളാഹിനോട് അല്ലേ. എന്നതുപോലെ അള്ളാഹു ഞാൻ ചെയ്ത ആ സ്വതക്കയുടെ ബർക്കത്ത് കൊണ്ട് എന്റെ ദോഷങ്ങൾ പുറത്തു തരണേ, അല്ലെങ്കിൽ ഞാൻ ചെയ്ത ഇന്നാലിന്ന നല്ല കാര്യങ്ങളെ കൊണ്ട് ഞാൻ ഒരാളെ സഹായിച്ചതോ എന്തെങ്കിലുമൊക്കെ നമ്മൾ എടുത്തിട്ട് അല്ലാണ്ട് പറയാം, അതിന്റെ കാരണം കൊണ്ട് ബർക്കത്ത് കൊണ്ട് എന്റെ കാര്യങ്ങൾ സാധിപ്പിച്ചു കൊണ്ടാ. എന്നതുപോലെ നമുക്ക് എങ്ങനെയും പ്രാർത്ഥിക്കാം, അള്ളാഹുവേ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹഖ്ജാഹ് ബർക്കത്ത് കൊണ്ട് അല്ലെങ്കിൽ മറ്റുള്ള എല്ലാ അമ്പിയാക്കളുടെ ബർക്കത്ത് കൊണ്ടും എല്ലാ ഔലിയാക്കളുടെ ബർക്കത്ത് കൊണ്ടും ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ ആവശ്യങ്ങളൊക്കെ നീ നിർവഹിച്ചു തരണേ. ഇതൊക്കെ എന്താണ്? ഇങ്ങനെ പ്രാർത്ഥിക്കല് അവർ മുഖേന അള്ളാഹുവിനോട് അഭ്യർത്ഥന നടത്തുന്നത് പുണ്യവുമാണ്, പ്രവാചക മാതൃകയുമാണ്, നബിസ്വലങ്ങളുടെ മാതൃകയുമാണ് അല്ലെ. ഓക്കെ, അതിന് തെളിവ് എന്താ അറിയോ? ഒരു ഹദീസാണ് നിങ്ങളെ പാഠത്തിൽ പറയുന്നത്. അപ്പൊ ഇതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ചോദിക്കും, മനസ്സിലാക്കി വെക്കുക. അത് കണ്ടിട്ടില്ലെങ്കിലും മനസ്സിലാക്കി വെക്കണേ. നിങ്ങൾക്കറിയാലേ എന്താണ് ചോദ്യം? ഒരിക്കൽ കണ്ണിന് കാഴ്ച ഇല്ലാത്തൊരു പുരുഷൻ നബിയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എന്റെ കാഴ്ച തിരിച്ചു കിട്ടാൻ വേണ്ടി ഒരു ദുആ എനിക്ക് പഠിപ്പിച്ചു തരിക. അപ്പോൾ അദ്ദേഹത്തിന് നബിസ്വലങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ദുആ ഏതായിരുന്നു? അല്ലാഹുമ്മ ഇന്നി അസ്അലുക കണ്ടോ? ഉടനെ തന്നെ അദ്ദേഹത്തിന് കാഴ്ച തിരിച്ചു കിട്ടില്ലേ. അപ്പൊ ഈ ഹദീസിൽ ഈ ദുആയിൽ എന്താ നബിതങ്ങൾ പഠിപ്പിച്ചു കൊടുത്തത്? മുത്തനബിയുടെ മാതൃകയിൽ നമ്മൾ പറഞ്ഞില്ലേ, അമ്പിയാക്കളെ കൊണ്ട് ഔലിയാക്കളെ കൊണ്ടൊക്കെ മുൻനിർത്തിയിട്ട് അള്ളാഹുവിനോട് നമുക്ക് സഹായാർത്ഥന നടത്താം. അതിന് തെളിവാണ് ഈ ഹദീസ് അല്ലെ. ഇതിൽ മുത്തനബി എന്താണ് ആ കണ്ണിന് കാഴ്ചയില്ലാത്ത സ്വഹാബിക്ക് പഠിപ്പിച്ചു കൊടുത്തതെന്നറിയോ? അതിന്റെ അർത്ഥമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒന്ന് മനസ്സിലാക്കുക സാരം. അള്ളാഹുവേ നിന്നോട് ഞാൻ ചോദിക്കുന്നു, കാരുണ്യത്തിന്റെ പ്രവാചകരായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുൻനിർത്തിക്കൊണ്ടിതാ നിന്നിലേക്ക് ഞാൻ അഭിമുഖീകരിച്ചിരിക്കുന്നു. മുഹമ്മദ് നബിയെ നിശ്ചയം തങ്ങളെ മുൻനിർത്തി എന്റെ റബ്ബിലേക്ക് എന്റെ ഈ ആവശ്യത്തിൽ ഞാൻ മുന്നിടുന്നു. തങ്ങൾ എന്റെ ആവശ്യം നിറവേറ്റി തന്നാലും അള്ളാഹുവെ എന്റെ കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശുപാർശ നീ സ്വീകരിക്കണമേ. അപ്പൊ നബി തങ്ങളെ നേരിട്ട് വിളിച്ചുകൊണ്ട് നബി തങ്ങളോട് സഹായാർത്ഥന നടത്തണത് ആ നബി തങ്ങളെ മുൻനിർത്തിക്കൊണ്ടും അള്ളാഹുവിനോട് സഹായാർത്ഥന നടത്തുന്നു. നബി തങ്ങളുടെ ശുപാർശ ആവശ്യം അള്ളാഹുവിനോട് നബി തങ്ങളെ ശുപാർശകനാക്കി മാറ്റണേ എന്റെ ഈ വിഷയത്തിൽ എന്ന് ഈ സ്വഹാബി എന്ത് ചെയ്യാണ്? നബി തങ്ങളെ മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? അൻബിയാക്കൾ, സ്വാലിഹീങ്ങൾ, ഔലിയാക്കൾ ഇവരൊക്കെ മുൻനിർത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അള്ളാഹിനോട് ചോദിക്കാം. മനസ്സിലായില്ലേ? ഓക്കെ, അപ്പൊ നമ്മളെ 2 പാഠത്തിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ. ഇനി നമ്മള് 3ാമത്തെ പാഠത്തിലേക്ക് വരാണ്. 3ാമത്തെ പാഠത്തിന്റെ ഹെഡിങ് ഒന്ന് വായിച്ചേ. ഓക്കെ, നമ്മളിപ്പോ എന്തൊക്കെ പഠിച്ചു? തൗഹീദ് പഠിച്ചു, ഇബാദത്ത് പഠിച്ചു, ഷിർക്ക് പഠിച്ചു. പിന്നെ ഇന്ന ഷിർക്ക് ലദുൽമുൻ അളീം, അതിന്റെ അർത്ഥം പഠിച്ചു അല്ലെ. അതിഗുരുതരമായ അതിക്രമമാണ് ഷിർക്ക്. ഇനി നമ്മൾ 3ാമത്തെ പാഠത്തിലേക്ക് വരുമ്പോ മുഅ്ജിസത്തിനെ കുറിച്ചുള്ള. മുഅ്ജിസത്ത് പറഞ്ഞാല് അമ്പിയാക്കളിൽ നിന്നാണ് ഔലിയാക്കളിൽ നിന്നാണ് ഉണ്ടാവുക? അപ്പൊ ഔലിയാക്കളിൽ നിന്നുണ്ടാവുന്നതിന് എന്താ പറയാ? അത്ഭുതങ്ങൾക്ക്. ഔലിയാക്കളിൽ നിന്നുണ്ടാവുന്നതിന് എന്താ പറയാ? കറാമത്ത് അല്ലെ. അത് അടുത്ത പാഠത്തിൽ പഠിക്കാം. ഓക്കെ, ഈ അൽ മുഅ്ജിസത്ത് നോക്കൂ. ഇതില് ഒന്നാമതായി പഠിപ്പിക്കണം എന്താ അറിയോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ അംബിയ മുർസലുകൾ എന്ന് പറയുന്നു? ആരാണ് അംബിയ മുർസലുകൾ എന്ന് പറഞ്ഞേ? ഓക്കെ, അപ്പൊ ഇത് ചോദിക്കാൻ സാധ്യതയുണ്ട്. ചോദിച്ചിട്ടുണ്ട്. ഇത് ഈ അടയാളത്തിലൊക്കെ ചോദ്യം വന്നാട്ടോ. ഇതിൽ നിന്ന് ഒരുപാട് ചോദ്യം വന്നിട്ടുണ്ട്. ശ്രദ്ധിക്കുക. ആരാണ് അംബിയ മുർസലുകൾ എന്നൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ടായിരുന്നു. അതിന് ആൻസർ
അള്ളാഹുവിന്റെ സന്ദേശം ജനങ്ങൾക്ക് കൈമാറാൻ അള്ളാഹു തെരഞ്ഞെടുത്ത ദൂതന്മാരാണ് അൻബിയ മുർസലുകൾ. അത് നോട്ട് ചെയ്യാം. രണ്ടാമത്തത് മുഅ്ജിസത്ത് എന്നാൽ എന്ത്? ഈ പാഠത്തിന്റെ അഡിങ്ങനെ അൽ മുഅ്ജിസത്ത് അല്ലേ? ഇതും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ആവർത്തിച്ചു വന്നാണ്. എന്താണ് മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാല്? അവർ എന്താ ചെയ്യേണ്ടത്? ആക്കേണ്ടത് അൻബിയ മുർസലുകൾ. സംഭവമാണ് യെസ്, ഓക്കെ. നോക്ക് മക്കളെ, എന്താ അവർ എന്നുള്ളത് നമ്മൾ എന്താ പറയേണ്ട? ഒരു ആൻസർ പറയുമ്പോൾ അംബിയ മുർസലുകൾ എന്ന് പറയണം കേട്ടോ. അംബിയ മുർസലുകൾ അള്ളാഹുവിന്റെ ദൂതന്മാരാണെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ അവർക്ക് അള്ളാഹു നൽകുന്ന അസാധാരണ സംഭവങ്ങളാണ് മുഅ്ജിസത്ത്. സാധാരണ സംഭവിക്കാത്തത്. ഉദാഹരണം, മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ വടി നിലത്തിട്ട് എന്ത് ചെയ്യും? പാമ്പാവും. പാമ്പാവും. സാധാരണഗതിയിൽ പാമ്പാവും. വടി നിലത്തിട്ട് പാമ്പാവോ? ഇല്ല, അതൊരു സാധാരണ സംഭവമല്ല, അസാധാരണ സംഭവമാണ് അല്ലേ? യെസ്. അതേപോലെ മരിച്ചവരെ ജീവിപ്പിച്ചു ഈസാ നബി അലൈഹി സ്വലാം. സാധാരണ ഒരാൾക്ക് മരിച്ച ആൾക്കാരെ ജീവിപ്പിക്കാൻ കഴിയോ? ഇല്ല അല്ലെ? അതേപോലെ അഗ്നികുണ്ടാരത്തിൽ നിന്ന്, കത്തിജ്വലിക്കുന്ന തീക്കുണ്ടാരത്തിൽ നിന്ന് ഒരു പോറൽ പോലെ ഏൽക്കാതെ രക്ഷപ്പെട്ട പ്രവാചകൻ ഉണ്ട്. അതാരാ? അപ്പൊ സാധാരണ ഇതിൽ തീയിലിട്ടാൽ നമ്മളത് കരിഞ്ഞു പോവുക ചെയ്യും അല്ലെ? ഇതൊരു അസാധാരണ സംഭവമാണ് അല്ലെ? അതേപോലെ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈയിന്റെ വിരലിലൂടെ എന്ത് വന്നു? ദാഹിച്ചപ്പോ വെള്ളം കിട്ടാത്തപ്പോ ആൾക്കാർക്ക് വെള്ളം വന്നില്ലേ? അത് സാധാരണ ഗതിയിൽ നമ്മളെ കൈയിന്റെ വിരലിലൂടെ ഒക്കെ ഇപ്പൊ വെള്ളം വരുമോ? വെള്ളം വരൂല. ഓക്കെ, അതൊക്കെ അസാധാരണ സംഭവങ്ങളല്ലേ? അതുപോലെ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈത്തപ്പന മടൽ സംസാരിച്ച കഥയൊക്കെ അറിയില്ലേ? അതുപോലെ മാൻപേട സംസാരിച്ചിട്ടുണ്ട്, കല്ലുകൾ സംസാരിച്ചിട്ടുണ്ട്. സാധാരണഗതിയിൽ അങ്ങനെയൊക്കെ സംഭവിക്കോ? ഇല്ല. ഇതൊക്കെ അസാധാരണ സംഭവങ്ങളാണ്. ഇതിനാണ് എന്താ പറയാ? മുഅ്ജിസത്ത്. അപ്പൊ എന്തിനാണ് അള്ളാഹു തആല ഈ മാജിക് അല്ല, ഈ മുഅ്ജിസത്ത് അവർക്ക് കൊടുക്കുന്നത് എന്തിനാണ്? അവർ അള്ളാഹുവിന്റെ ദൂതന്മാരാണെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ അല്ലെ? തെളിവാണ്. അവർ അള്ളാഹുവിന്റെ പ്രവാചകന്മാരാണ് എന്നതിന് തെളിവാണ് അത് അല്ലെ? ഓക്കെ. അപ്പൊ ഒന്നുകൂടി പറയൂ, എന്താണ് മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ? എന്താ ഒന്നുകൂടി പറയൂ. അവർ, അതായത് അംബിയ മുർസലുകൾ അള്ളാഹുവിന്റെ ദൂതന്മാരാണെന്ന് അവർ അല്ലേ? ഓക്കെ. ഇനി ഇതിൽ ചോദിക്കാറുണ്ട്, മാജിക്കും മുഅ്ജിസത്തും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പറയൂ. മാജിക് പരാജയപ്പെടുത്താൻ കഴിയും. വ്യത്യാസങ്ങൾ മനസ്സിലാക്കിയിട്ടോ. ചിലപ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റ് വെച്ചിട്ടേക്കാണ് ചോദിക്കാം. ആരുടെയും മൈക്ക് ഓൺ ആയിട്ടുണ്ടോ? ഓഫ് ചെയ്യണം മക്കളെ. ഓൺ ആക്കിയ ഉടനെ ഓഫ് ചെയ്യണേ. ഒന്നുകൂടി പറയാം. മാജിക് അത് പഠിച്ചവർക്കെല്ലാം അത് അവതരിപ്പിക്കാൻ കഴിയും. എന്നാൽ മുഅ്ജിസത്ത് അംബിയ മുർസലുകൾക്ക് മാത്രമേ പ്രകടിപ്പിക്കാൻ കഴിയുകയുള്ളൂ. അതാണ് ഒരു പോയിന്റ്. അതാണ് മുഅ്ജിസത്തിന്റെ പ്രത്യേകത. അത് അംബിയ മുർസലുകൾക്ക് മാത്രം, ഓലേക്ക് മാത്രമേ അത് ഉണ്ടാവുള്ളൂ. മറ്റുള്ള മാജിക് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാ? നമുക്ക് പഠിച്ചാൽ എന്ത് ചെയ്യാം? ഏതൊരാൾക്കും പഠിച്ചുകൊണ്ട് നമുക്ക് ഇങ്ങനെ അവതരിപ്പിക്കാൻ പറ്റും. അതുപോലെ റിസ്ക് ഉള്ള മാജിക് ഉണ്ടാവും, സിമ്പിൾ ആയിട്ടുള്ള മാജിക് ഉണ്ടാവും, പല തരത്തിലുണ്ടാവും. പക്ഷെ മുഅ്ജിസത്ത് അങ്ങനല്ല. മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് അംബിയ മുർസലുകൾക്ക് മാത്രം, ഓരേക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. അവർക്ക് മാത്രം പ്രകടിപ്പിക്കാൻ കഴിയുള്ളൂ. അത് അള്ളാഹു പ്രത്യേകമായി കൊടുക്കണ ഇലാഹി ആയിരിക്കുന്ന ഒരു കഴിവാണ് അല്ലെ? യെസ്. മറ്റുള്ളത് എന്താ വെച്ചാല് പിശാചിന്റെ സഹായത്തോടൊക്കെ അവതരിപ്പിക്കുന്നതാണ് മാജിക് എന്ന് പറഞ്ഞാല്. പൈശാചിക സഹായം ഉണ്ടാവും, അല്ലെങ്കിൽ ലോജിക്കലായിട്ടുള്ള കാര്യങ്ങളേക്കാരം, ബുദ്ധിപരമായിട്ടുള്ള ഓരോ ട്രിക്കുകളേക്കാരം മാജിക്കിൽ ഉണ്ടാവുക. അല്ലെങ്കിൽ നമ്മളെ കണ്ണെട്ടിച്ചാണ് ചെയ്യാറില്ല. അങ്ങനത്തെ ഓരോ ടിപ്സുകളേക്കാരം മാജിക് എന്ന് പറഞ്ഞാൽ. അത് ആർക്കും എന്ത് ചെയ്യാൻ പഠിച്ചാല് അവതരിപ്പിക്കാൻ കഴിയും. എന്നാൽ മുഅ്ജിസത്ത് അൻബിയ മുർസലുകൾക്ക് മാത്രമേ പ്രകടിപ്പിക്കാൻ കഴിയുകയുള്ളൂ. അതാണ് മുഅ്ജിസത്തിന്റെ പ്രത്യേകത. മാത്രമല്ല മാജിക് പരാജയപ്പെടുത്താനും കഴിയും. മാജിക്കിന്റെ ഐഡിയ മനസ്സിലാക്കാൻ എന്ത് ചെയ്യും? കഴിയും അല്ലെ? പരാജയപ്പെടുത്താൻ കഴിയുന്ന പറയാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മൂസാ നബി അലൈഹി സ്വലാമിന്റെ കഥ കേട്ടിട്ടില്ലേ?
മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ഫിരൗന്റെ കഥ. അവിടെ മൂസാ നബി അലൈഹി സ്വലാം പ്രവാചകനാണെന്ന് തെളിവിനായിട്ട് മൂസാ നബി അലൈഹി സ്വലാം പിന്നെ അപ്പൊ ഫിരൗൻ എന്ത് ചെയ്യുന്നുണ്ട്, പിന്നെ അവന്റെ നാട്ടിലുള്ള എല്ലാ ജ്യോത്സ്യന്മാരെയും എല്ലാ മന്ത്രവാദികളെയും മാജിക്കാരെയൊക്കെ ഒരുമിച്ച് കൂട്ടിയ ഗ്രൗണ്ടില്. അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാമിലേക്ക് ആകെ അള്ളാഹു മാജിക് ആയിട്ടുള്ള ഒരു മോചിതട്ടുള്ളൂ കയ്യിലുള്ള അല്ലെ, വേറെ ഒന്നുമില്ല, ഞാൻ നിലത്തിട്ട പാമ്പാവും. അപ്പൊ ഇത് 18 അടവും പഠിച്ചിട്ട് ഓരോ എന്ത് ചെയ്തു, അവതരിപ്പിക്കാൻ അവരുടെ കുറെ ചരടുകളും നൂലുകളൊക്കെ ആയിട്ട് വന്നു. അങ്ങനെ അവര് നബിയോട് അവർ ചോദിക്കുന്നുണ്ട്, നീ ഞങ്ങളാണ് ആദ്യം കണ്ടത്. മര്യാദ കാണിച്ചു അല്ലെ, അവര് ആ ഒരു മര്യാദ കാണിച്ചത് കൊണ്ടാണ് അവർ പിന്നീട് എല്ലാവരും എന്തായി മുസ്ലിം. അതായത് മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് അവരെ ചോദിക്കണത്, ആദ്യമായിട്ട് നീ നിന്റെ വടി ഇടുകയാണോ അല്ല ഞങ്ങൾ ഞങ്ങളുടെ കയ്യിലുള്ള ചരടും നൂലും വടിയൊക്കെ ഇടണോ എന്ന് ചോദിച്ചു. അപ്പൊ മൂസാ നബി സ്വലം പറഞ്ഞു നിങ്ങൾ ഇട്ടോളൂ. അങ്ങനെ അവരിട്ടപ്പോ കണ്ടിനി ആ കയറുകളും ചരടുകളും വടികളൊക്കെ ഇങ്ങനെ പാമ്പായി ഇഴഞ്ഞിങ്ങനെ പോന്നു. ഇത് കണ്ടപ്പോ മൂസാ നബി ഇസ്ലാമിന് ചെറിയൊരു പേടി വന്നു. പക്ഷെ അള്ളാഹു തആല പറഞ്ഞു, പേടിക്കണ്ട, നിന്റെ കയ്യിലുള്ള വടി നിലത്തിടൂ. അങ്ങനെ മൂസാ നബി അലൈഹി ഇസ്ലാം ആ വടി, അദ്ദേഹത്തിന്റെ കയ്യിലുള്ള വടി നിലത്തിട്ടപ്പോ അത് വലിയൊരു സർപ്പമായി. അത് എന്തായത് ഈ കണ്ട എല്ലാ പാമ്പുകളെയും അത് വിഴുങ്ങി. അപ്പോ അവിടെ ഉണ്ടായിരുന്ന ആ മാജിക്കാർക്കും ജ്യോത്സ്യന്മാർക്കൊക്കെ എന്ത് മനസ്സിലായി, ഇത് യഥാർത്ഥത്തിലുള്ള ഹക്കായിരിക്കുന്ന ഒരു വഴിയാണ്. ഞങ്ങളുടേതൊക്കെ എന്താണ്, അവരുടേത് പരാജയപ്പെട്ടില്ലേ, അവരുടെ എല്ലാ പാമ്പുകളെയും മൂസാ നബി ഇസ്ലാമിന്റെ പാമ്പ് പിന്നെ വടി വിഴുങ്ങിയില്ലേ. അപ്പൊ അവർക്ക് മനസ്സിലായത് എന്താണ്, മൂസാ നബി ഇസ്ലാമിന്റെ അടുക്കലുള്ളതാണ് യഥാർത്ഥം, ഞങ്ങളുടേതൊക്കെ എന്താണ് ബാത്തിലാണ്, നിരർത്ഥകമായതാണ്, അസത്യമാണെന്ന് അവരെന്നെ സമ്മതിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായി. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ എന്താണ്, ഈ മാജിക്കിന് എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ് പരാജയപ്പെടുത്താനും. മാജിക് പറഞ്ഞ സിഹിർ, ഒരു ചെയ്ത സിഹിറായിരുന്നു, സിഹിറായിട്ടുള്ള മാജിക്. അപ്പൊ അതിനൊക്കെ പരാജയപ്പെടുത്താൻ കഴിയും. പക്ഷെ അള്ളാഹുവിന്റെ അടുക്കൽ എന്നുള്ള ഈ മുഅ്ജിസത്തിനെ എന്താക്കാൻ പറ്റൂല, പരാജയപ്പെടുത്താൻ കഴിയും അല്ലെ. ഓക്കെ, അപ്പൊ ഈ ഒരു പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കി കേട്ടോ. മാജിക്കിന്റെ പ്രത്യേകത എന്താണ്, മുഅ്ജിസത്തിന്റെ വ്യത്യാസം എന്താ ചോദിക്കാറുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞു, മാജിക് അസാധാരണ സംഭവമാണെങ്കിലും അത് പഠിച്ചവർക്കെല്ലാം അത് അവതരിപ്പിക്കാൻ കഴിയും. എന്നാൽ മുഅ്ജിസത്ത് അംബിയ മുർസലുകൾക്ക് മാത്രമേ പ്രകടിപ്പിക്കാൻ കഴിയുകയുള്ളൂ. അതാണ് മുഅ്ജിസത്തിന്റെ പ്രത്യേകത. മാത്രമല്ല മാജിക് പരാജയപ്പെടുത്താനും കഴിയും. ഓക്കെ, ഇനി ഇതിലെ ഓരോ മുഅ്ജിസത്തിന്റെ തെളിവുകൾ ഇങ്ങനെ പറയട്ടെ. നിങ്ങളുടെ പുസ്തകത്തിൽ ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു പോകാം. ഇതിന് ചോദിച്ച ചോദ്യമാണ്, അഗ്നിജ്വാലകൾക്കിടയിലൂടെ പുഞ്ചിരി തൂക്കിക്കൊണ്ട് പുറത്തു വന്ന പ്രവാചകൻ ആരാ? യെസ്, ഇബ്രാഹിം നബി അലൈഹി സ്വലാം. ഒരു രോമത്തിന് പോലും ഒരു പോറലേൽക്കാതെ അള്ളാഹുവിന്റെ ഇതിനോട് കൂടെ ആ തീയിൽ നിന്ന് ഇറങ്ങി വന്ന ആളാണ് ഇബ്രാഹിം നബി. അത് അദ്ദേഹത്തിന്റെ മുഅ്ജിസത്തായിരുന്നു. യെസ്, ശത്രുക്കൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ ജീവനോടെ വെച്ചു കളയാൻ തീരുമാനിച്ചു. അതിനായി ധാരാളം വിറകുകൾ ശേഖരിച്ചു. വിറകുകൾ ആളിക്കത്താൻ തുടങ്ങി. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ ആ ജ്വലിക്കുന്ന അഗ്നിയിലേക്ക് അവർ എറിഞ്ഞു. ഒരു പോറലും ഏൽക്കാതെ അഗ്നിജ്വാലകൾക്കിടയിലൂടെ പുഞ്ചിരി തൂക്കിക്കൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പുറത്തേക്ക് നടന്നു വന്നു. അപ്പൊ അള്ളാഹു തആല തീനോട് പറഞ്ഞൊരു വാക്കുണ്ട്. എന്തായിരുന്നത്? ചൂടിന്റെ പകരം തണുപ്പും സ്വസ്ഥതയും സമാധാനവുമായി തീരൂ തീ. തീനോട് അള്ളാഹു തആല പറഞ്ഞ വാക്കാണ് കേട്ടോ. അത് അതേപോലെ നമ്മൾ പറയണത്, ചൂടിന്റെ പകരം തണുപ്പും സ്വസ്ഥതയും സമാധാനവുമായിരുന്നു തീ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് നൽകിയത്. ഇത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ എന്താണ്? ഇത് ഇബ്രാഹിം നബി സ്വലാമിന്റെ എന്താണ്? മൂസാ നബി അലൈഹി സ്വലാമിന്റെ ഇത് വേർതിരിക്കാനൊക്കെ ഉണ്ടാവും കേട്ടോ, ചിലപ്പോൾ ശ്രദ്ധിക്കണേ. മൂസാ നബി അലൈഹി സ്വലാമിന്റെ കൈവശം ഒരു വടി ഉണ്ടായിരുന്നു. അത് താഴിട്ടാൽ എന്തായി മാറും? ഭീകരമായ, അതായത് പേടിപ്പെടുത്തുന്ന കേട്ടാ. കയ്യിലെടുത്താലോ അതെന്താവും? വീണ്ടും ഓക്കെ, അപ്പം അത് കഴിഞ്ഞു. ഇനി അടുത്ത ഈസാ നബി അലൈഹി സ്വലാമിന്റെ. ഈസാ നബി അലൈഹി സ്വലാമിന്റെ ഒരു പ്രധാനപ്പെട്ട മുഅ്ജിസത്ത് എന്തായിരുന്നു? അദ്ദേഹം മരണപ്പെട്ടവർക്ക് ജീവൻ തിരിച്ചു നൽകിയിരുന്നു അല്ലെ. അതിനൊരു തെളിവ് പറയുന്നുണ്ട് നിങ്ങളെ പുസ്തകത്തില്. ഒരിക്കൽ ഒരു മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ കിഴവിയായ ഒരു സ്ത്രീ ഈസാ നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞു, എനിക്ക് ആകെയുള്ളൊരു മകനാണ് മരിച്ചു പോയത്, അവന് ജീവൻ തിരിച്ചു നൽകിയാലും. കട്ടിലിൽ കിടക്കുന്ന ആ മയ്യത്തിനോട് അള്ളാഹുവിന്റെ അനുമതിയോട് കൂടി നീ എഴുന്നേൽക്കൂ എന്ന് ഈസാ നബി അലൈഹി സ്വലാം പറഞ്ഞു. അയാൾ ഉടനെ കട്ടിലിൽ എഴുന്നേറ്റിരുന്നു.
പിന്നീട് ആ മയ്യത്ത് കട്ടിൽ ചുമന്നു കൊണ്ടുപോയത് ആരാണ്? മരിച്ച ആള്. അദ്ദേഹമാണ്. കണ്ടാ? അപ്പൊ ഇത് ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു മുഅ്ജിസത്ത്. അപ്പൊ ഇത് വേർതിരിക്കാനൊക്കെ ഉണ്ടാവും കേട്ടോ ഓരോ പ്രവാചകന്മാരുടേത്. മരണപ്പെട്ടവർക്ക് ജീവൻ തിരിച്ചു നൽകി എന്നുള്ളതാണ്. ഓക്കെ, കേൾക്കുമ്പോൾ അത്ഭുതം തോന്നുന്നല്ലേ? അത് തന്നെയാണല്ലോ അസാധാരണ സംഭവം എന്നാണല്ലോ. മുഅ്ജിസത്തിന്റെ പേര് എന്താണ്? മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ തന്നെ സാധാരണ സംഭവമല്ല, അസാധാരണ സംഭവമാണ്. അതെന്തിനാണ് ഇങ്ങനെ ഒരു കഴിവ് അല്ലാഹു തആല അവർക്ക് കൊടുക്കുന്നത്? അവർ അള്ളാഹുവിന്റെ ദൂതന്മാരാണ് എന്ന സമൂഹത്തിന് ബോധ്യപ്പെടുത്താൻ അല്ലേ? ഓക്കെ, ഇനി നമ്മൾ മുത്തുനബിയുടെ ചില മുഅ്ജിസത്ത് നോക്കാം. ഇത്തരം ധാരാളം മുഅ്ജിസത്തുകൾ നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്ന് പറഞ്ഞു നോക്കി. ഒന്നാമത്തെ എന്താണ്? ഇസ്രാ മിഅറാജ് യാത്രകൾ അല്ലെ? അത്ഭുത യാത്രകൾ. ചന്ദ്രൻ പിളർന്ന സംഭവം. പിന്നെയോ ജനങ്ങൾക്ക് വെള്ളം ആവശ്യമായപ്പോൾ ദിവസങ്ങളുടെ കൈവിരലുകൾക്കിടയിലൂടെ ശുദ്ധമായ ജലം പ്രവഹിച്ചത്. അതുപോലെ വൃക്ഷങ്ങൾ, മൃഗങ്ങൾ, കല്ലുകൾ മുതലായവ തുടങ്ങിയ ചിലതാണ്. ഓക്കെ, ഇനി നോക്കൂ. മുത്തനബിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന ഏറ്റവും വലിയ മുഅ്ജിസത്ത് ഏത്? ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ചോദ്യം കേട്ടോ. ഏതാണ്? പരിശുദ്ധ ഖുർആനാണ് നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും വലിയ മുഅ്ജിസത്ത്. ഏറ്റവും വലിയ മുഅ്ജിസത്ത്. അതെ, ഏറ്റവും വലിയ മുഅ്ജിസത്ത്. അതുപോലെ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന മുഅ്ജിസത്ത് എന്നൊക്കെ ചോദിച്ചാല് പരിശുദ്ധ ഖുർആൻ ആണ് കേട്ടോ. ഓക്കെ, അത്ഭുതകരമായ ആ കിതാബ് പഠിച്ചും വിലയിരുത്തിയും ധാരാളം ആളുകൾ ഇന്നും ഇസ്ലാം മതം സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നു. കണ്ടോ? അപ്പൊ ചിലപ്പോൾ പൂരിപ്പിക്കാനൊക്കെ ഉണ്ടാവും കേട്ടോ, ശ്രദ്ധിച്ചാൽ മതി. പ്രവാചകന്മാരുടെ ഇനി ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ, ഇനി പറയാൻ അവസാനത്തെ അടിവരട്ടാൻ വിട്ടാണ് കേട്ടോ. അത് ശ്രദ്ധിക്കണതും പരീക്ഷയ്ക്ക് ഒപ്പം ചോദിക്കാറുള്ള ചോദ്യമാണ്. എന്താണ്? പ്രവാചകന്മാരുടെ മുഅ്ജിസത്തുകൾ മരണാനന്തരം നിലനിൽക്കുമോ? മരണാനന്തരം ഉണ്ടാവുമോ? മരണാനന്തരവും നിലനിൽക്കും കേട്ടോ. അത് പ്രവാചകന്മാരുടെ മുഅ്ജിസത്തുകൾ മരണാനന്തരവും നിലനിൽക്കുന്നതാണ്. അപ്പൊ അതിന് തെളിവാണ് മുത്തുനബിയുടെ പരിശുദ്ധ ഖുർആൻ. കണ്ടില്ലേ? അപ്പൊ അത് നിലനിൽക്കുന്ന ഒരു മുഅ്ജിസത്ത് കൂടിയാണ് അല്ലെ? അപ്പൊ ഈ പാഠത്തിന് ഖുർആൻ ചോദ്യങ്ങൾ കഴിഞ്ഞു. ഇനി നമ്മൾ നാലാമത്തെ പാഠം കേട്ടോ. നാലാമത്തെ പാഠത്തിന്റെ അടിക്ക് നോക്കിയേ. ഇതിന് ഒരുപാട് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് കേട്ടോ, ആവർത്തിച്ചു. അപ്പൊ ഇൻഷാല്ലാഹ് നോക്കാം. ഔലിയാ എന്നുള്ളത് എന്താണ്? വലി എന്ന പദത്തിന്റെ ബഹുവചനമാണെന്ത്? യെസ്, വലി എന്ന പദത്തിന്റെ ബഹുവചനമാണ് ഔലിയ എന്ന് മനസ്സിലാക്കുക. ഔലിയാക്കൾ നമ്മൾ അപ്പോ മഹാത്മാക്കൾക്ക് ഔലിയ എന്ന് നാം പറയുന്നു. എന്നാലേ നിങ്ങളുടെ ഔലിയാക്കൾ എന്നാൽ ആരാണ് എന്ന് ചോദിച്ചാൽ അതിന്റെ നിർവചനമായിട്ട് എന്താ പറയാ? ഓക്കെ, ഒന്നോട് പറയാത്ത ശ്രദ്ധിക്കാം. അള്ളാഹുവിനെ 3 പോയിന്റ് പറഞ്ഞല്ലേ. ഒന്ന്, ആരാണ് ഔലിയാക്കൾ എന്ന് പറഞ്ഞത്? അവർ അള്ളാഹുവിനെ സാധ്യമാകും വിധം മനസ്സിലാക്കിയവരാണ്. രണ്ടാമത് പറഞ്ഞത് അവരെപ്പോഴും നല്ലതേ ചെയ്യുള്ളൂ അല്ലെ, സൽക്കർമ്മങ്ങളിൽ മുഴുകിയ ആളുകളാണ്. തെറ്റുകൾ അവരൊന്നും ഉണ്ടാവുമോ? ഇല്ല, തെറ്റുകൾ എന്ത് കണ്ടാൽ അതിൽ നിന്നൊക്കെ അവർ വിട്ടു നിൽക്കും. ഇങ്ങനെ 3 പോയിന്റ് പറഞ്ഞത്. ആരാണ് ഔലിയാക്കൾ? അപ്പൊ ആർക്ക് ഔലിയാക്കളെ പദവിക്ക് എത്താൻ ഉദ്ദേശിക്കുന്ന ആൾക്കാര് എന്താ ചെയ്യേണ്ടത്? അള്ളാഹിനെ കുറിച്ച് മനസ്സിലാക്കുക, അള്ളാഹുവിന്റെ ദിക്റിനെ വർദ്ധിപ്പിക്കുക. രണ്ടാമതായി പറഞ്ഞത് സൽക്കർമ്മങ്ങളിൽ മുഴുകുന്ന ആളുകളാണ് അല്ലെ, എപ്പോഴും നന്മയെ ചെയ്യുകയുള്ളൂ. അതേപോലെ തന്നെ തിന്മകളിൽ നിന്ന്, തെറ്റുകളിൽ നിന്ന് അവർ വിട്ടു നിൽക്കുകയും ചെയ്യും. ഇങ്ങനത്തെ ആളുകളാണ് ഔലിയാക്കൾ അല്ലെ. അപ്പൊ അതിന് നിർവചനം ചോദിച്ചാല് ഈ 3 പോയിന്റ് മനസ്സിലാക്കുക. ഒന്ന്, അള്ളാഹുവിനെ സാധ്യമാകും വിധം മനസ്സിലാക്കുകയും, രണ്ടാമത് പറഞ്ഞത് സൽക്കർമ്മങ്ങളിൽ മുഴുകുകയും, മൂന്നാമത് പറഞ്ഞത് തെറ്റുകളിൽ നിന്ന് വിട്ടു നിൽക്കുകയും ചെയ്യുന്നവരാണ് ഔലിയാക്കൾ. ഈ 3 പോയിന്റാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത് എല്ലാവരും പറഞ്ഞു നോക്കിയ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ആരാണ് ഔലിയാക്കൾ?
അള്ളാഹുവിന് തെറ്റുകളിൽ നിന്ന് വിട്ടു മനസ്സിലാക്കുകയും സൽക്രമങ്ങളിൽ മുഴുകുകയും തെറ്റുകളിൽ നിന്ന് വിട്ടു നിൽക്കുന്നവരും ചെയ്യുന്നവരാണ് ഔലിയാക്കൾ. പിന്നെ ഇവരുടെ ഒരുപാട് വിശേഷണങ്ങളും ചോദിക്കാറുണ്ട്. അള്ളാഹുവിന്റെ ഇഷ്ടവും സംതൃപ്തിയും ലഭിച്ചവരാണവർ ആര്? ഔലിയാക്കൾ. അപ്പൊ അവർക്ക് അള്ളാഹ് ഒരു നല്ലതല്ല ചെയ്യുള്ളൂ, തിന്മകളൊക്കെ വെടിഞ്ഞേക്കുന്ന ആൾക്കാരല്ലേ, അള്ളാഹിനെ കൂടുതൽ മനസ്സിലാക്കിയ ആളുകളല്ലേ. അപ്പൊ അവർക്ക് എന്ത് കിട്ടും? അള്ളാഹുവിന്റെ ഇഷ്ടവും സംതൃപ്തിയും ലഭിച്ചവരാണ് അവർ. അതൊരു ചോദിച്ചിട്ടുണ്ട്. അതൊരു വിധ ഭയവും ദുഃഖവും അവർക്കുണ്ടാകില്ല. ആർക്ക്? അതൊരു വിധ ഭയവും ദുഃഖവും ഇല്ല. ഇത് ഖുർആന്റെ ആയത്താട്ടോ. ഈ ആയത്ത് ചോദിക്കാറുണ്ട്. ആയത്തിന്റെ അർത്ഥമാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. അപ്പൊ ഏതാണ്ടാവും, ചില ആശയം ഏതാണ്. അപ്പൊ ഇതിന്റെ നിങ്ങൾ എഴുതേണ്ടത് ആ ആയത്തൊന്ന് പറഞ്ഞു. ഈ ആയത്ത് ഒരു ഭാഗത്തുള്ള ചോദ്യം വന്നിട്ടുണ്ട് കേട്ടോ, പൂരിപ്പിക്കാനേക്കാരം ചിലപ്പോ പറയൂ. അപ്പൊ ഇതിന്റെ മക്കളെ മനസ്സിലാക്കിയത് പൂരിപ്പിക്കാണ്ടാവും കേട്ടോ. ചിലപ്പോൾ അത് പൂരിപ്പിക്കാനായിരിക്കും, ചിലപ്പോൾ ഇതിന്റെ അർത്ഥം ഏതാണ്ടാവും. അർത്ഥം എന്താണ്? യാതൊരുവിധ ഭയം ദുഃഖവും അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക് ഉണ്ടാവുകയില്ല. അവർക്ക് ഉണ്ടാക്കിയാൽ മതി, ഔലിയാക്കൾക്ക് നാക്കി കൊടുത്താൽ മതി. ഔലിയാക്കൾക്ക് ഉണ്ടാവുകയില്ല. ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഔലിയാക്കൾ. ഓക്കെ, അപ്പൊ ഈ പോയിന്റ് മനസ്സിലാക്കണം കേട്ടോ. ഇതൊക്കെ ക്വസ്റ്റ്യൻ എന്ന ഭാഗമാണ്. ഇനി ഏറ്റവും പ്രധാനമായിട്ട് ആവർത്തിച്ചു വന്ന ചോദ്യമാണ് കറാമത്ത് എന്നാൽ എന്ത്? പറയൂ. യെസ്, ഔലിയാക്കളിലൂടെ പ്രകടമാകുന്ന അസാധാരണ സംഭവങ്ങൾക്ക് കറാമത്ത് എന്ന് പറയുന്നു. നേരത്തെ ഇതേപോലെ അസാധാരണ സംഭവങ്ങൾ അല്ലേ നേരത്തെ പറഞ്ഞില്ല. പിന്നെ അതെന്തായാലും മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇതിന്റെ തൊട്ടുമ്പത്തെ കാലത്ത് പറഞ്ഞു. മുഅ്ജിസത്ത് എന്ന് ഓർത്ത് നോക്കിയോ. അമ്പിയ മുർസലുകൾ അള്ളാഹുവിന്റെ ദൂതന്മാരാണെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ അള്ളാഹു അവർക്ക് നൽകുന്ന പറയൂ, അള്ളാഹു അവർക്ക് നൽകുന്ന അസാധാരണ സംഭവങ്ങളാണ് മുഅ്ജിസത്ത്. ഓർമ്മയില്ലേ? അതാ കണ്ടോ, ഇത് നമ്മൾ കമ്പയർ ചെയ്ത് പഠിക്കണം കേട്ടോ. മുഅ്ജിസത്ത് എന്താണ്, കറാമത്ത് എന്താ, മാറിപ്പോവരുത്. മുഅ്ജിസത്ത് പറഞ്ഞാല് അമ്പിയ മുർസലുകൾക്ക് സംഭവിക്കുന്നതാണ്. അപ്പൊ അമ്പിയ മുർസലുകൾ അള്ളാഹുവിന്റെ ദൂതന്മാരാണെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ അവർക്ക് അള്ളാഹു നൽകുന്ന അസാധാരണ സംഭവങ്ങളാണ് മുഅ്ജിസത്ത്. ഒന്ന് പറഞ്ഞേ, പറഞ്ഞേക്ക്. മുഅ്ജിസത്ത് എന്തായിരുന്നു? അമ്പിയ മുർസൽ എന്നാ കറാമത്ത് പറഞ്ഞാലോ? കറാമത്ത് എന്താ പറഞ്ഞേ? അവിടെ ദൂതന്മാരാണ് സാധാരണ സംഭവങ്ങൾക്കാണ് സംഭവമാണ് കറാമത്ത്. ഏറ്റവും സിമ്പിളായി പഠിക്കാൻ നല്ലത്, ഏറ്റവും സുഖം കറാമത്താണല്ലേ. കാരണം അവിടെ ഒന്നും പറയാനില്ല. ഔലിയാക്കളിലൂടെ പ്രകടമാകുന്ന അസാധാരണ സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ അല്ലേ. എന്നാൽ മുഅ്ജിസത്ത് പറയുമ്പോൾ എന്താണ്? അത് അമ്പിയാക്കളും മുർസലുകളും എന്നൊക്കെ പറഞ്ഞാൽ അള്ളാഹുവിനെ പ്രത്യേകം തെരഞ്ഞെടുത്ത് നിശ്ചയിച്ച ആളുകളാണ്. അപ്പൊ നമ്മൾ അവരുടെ പേരൊക്കെ നമുക്കറിയാം. പക്ഷെ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ ഇന്ന ആൾക്കാരാന്ന് എവിടെയും ഖുർആനിലോ ഹദീസിലോ എവിടെയും കാണൂല. അത് നമുക്ക് അവരുടെ ജീവിത വിശുദ്ധിയും ഓരോ കാലഘട്ടത്തിലുള്ള ഒരുപാട് ഔലിയാക്കൾ കടന്നു പോയിട്ടുണ്ട്. നമ്മളെ നാട്ടിലുള്ള ഒരുപാട് ഔലിയാക്കൾ ഉണ്ടാവും അല്ലേ. ഇപ്പോൾ നമ്മളെ മലപ്പുറം ജില്ലയിൽ ഞാൻ ഉസ്താദ് നാട് പറയാണ്, തങ്ങളുണ്ട്. എല്ലാവർക്കും അറിയപ്പെട്ട ഒരാളാണ്, വലിയ മഹാനാണ്. നിങ്ങളൊക്കെ കണ്ടിട്ടില്ലേ? ഒരാൾക്കാർ സിയാറത്ത് ചെയ്തിട്ടുണ്ടാവും അല്ലേ.
യെസ്. അതേപോലെ മാലിക് ബിൻ ദീനാറ്, ഉമർ ഖാദി തങ്ങള്, ഇങ്ങനെ അറിയപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട്. എന്നാൽ അറിയപ്പെടാത്തയും എത്രയോ ഔലിയാക്കൾ ഉണ്ടാവും അല്ലെ? അപ്പൊ അതാണ് ഔലിയാക്കളെ പ്രത്യേകത. ഔലിയാക്കൾ ആരാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവർ അറിയപ്പെട്ടവരുണ്ട്, അറിയപ്പെടാത്തവരുണ്ട്. എന്നാൽ അമ്പിയാ മുർസലുകൾ അങ്ങനല്ല. അവരോരോ സമൂഹത്തിലേക്ക് അയക്കപ്പെട്ട അള്ളാഹു നിശ്ചയിച്ച ആളുകളാണ്. അതുകൊണ്ടാണ് മുഅ്ജിസത്ത് പറയുമ്പോൾ നമ്മൾ എന്ത് പറയുന്നുണ്ട്? അമ്പിയാ മുർസലുകൾ അള്ളാഹുവിന്റെ ദൂതന്മാരാണെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ അള്ളാഹു തആല അവർക്ക് നൽകുന്ന അസാധാരണ സംഭവങ്ങളാണ് മുഅ്ജിസത്ത്. എന്നാൽ കറാമത്തോ അത് എന്ത് പറഞ്ഞാൽ മതി? ഔലിയാക്കളിലൂടെ പ്രകടമാകുന്ന പ്രകടനമാകുന്ന അസാധാരണ സംഭവമാണ് കറാമത്ത്. ഓക്കെ. ഔലിയാക്കളെ നാം സ്നേഹിക്കുകയും ആദരിക്കുകയും വേണം. അവരെ അവമതിക്കുന്ന വാക്കുകളോ പ്രവർത്തികളോ നമ്മിൽ നിന്ന് ഉണ്ടായി. പിന്നെ അടുത്തതായിട്ട് ആവർത്തിക്കുന്ന വേറെ ചോദ്യം, അള്ളാഹു പറഞ്ഞതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദ്ധരിക്കുന്നു എന്ന് പറഞ്ഞിട്ടൊരു ഹദീസ് ഉണ്ടല്ലോ. ഇത് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദ്യം വന്നിട്ടുണ്ട്. യെസ് മക്കൾ, ഇതെല്ലാവരും നോട്ട് ചെയ്യാൻ കേട്ടോ. ഇതൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ആവർത്തിച്ച് റിപ്പീറ്റ് ചെയ്ത് വന്ന ചോദ്യം. ഒന്നുകൂടി പറയാം. മൻ ആദാലി വലിയൻ, ഇത് പൂരിപ്പിക്കാനുണ്ടാവും. ചിലപ്പോൾ അതിന്റെ ആശയം ഏതായിരിക്കും. ഓക്കെ മക്കൾ ശ്രദ്ധിക്കുക. അപ്പൊ മൻ ആദാലി വലിയൻ, എന്റെ വലിയനോട് ആരെങ്കിലും ശത്രുത കാണിച്ചാൽ ഫഖദ് ആദൻതുഹു ബിൽ ഹർബി, അവനോട് ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. അപ്പൊ ഇതിന്റെ ആശയം അർത്ഥം ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ഇത് പൂരിപ്പിക്കാണ്ടാവും. അത് എങ്ങനെ നോട്ട് ചെയ്യണം കേട്ടോ. എന്റെ വലിയനോട് ആരെങ്കിലും ശത്രുത കാണിച്ചാൽ അവനോട് ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഓക്കെ, ഇത് അല്ലാഹു തആല പറഞ്ഞതായിട്ട് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതല്ലേ. അതിനെ ഖുദ്സിയായ ഹദീസ് എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ അത്രയും ഗൗരവമാണ്. നമ്മളെ ഔലിയാക്കളെ ചില ആൾക്കാരുണ്ടല്ലേ, നമ്മളെ കേരളത്തിലുള്ള മുബ്തദീകളായ ആളുകൾ അല്ലെ, നമ്മള് മുജാഹിദ് ജമാഅത്ത് അങ്ങനെയൊക്കെ പറഞ്ഞ ആളുകളില്ല. അവരൊക്കെ പല ആളുകളും ഇങ്ങനെ ഔലിയാക്കൾ തന്നെ ഇല്ല, കറാമത്ത് അങ്ങനൊന്നും ഇല്ല എന്ന് പറയുന്ന ആൾക്കാരും നമ്മളെ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. അപ്പൊ അവരൊക്കെ ചെയ്യുന്ന എന്താണ്? ശരിക്കും മഹാന്മാരെ നമ്മള് അവരോട് ശത്രുത കാണിക്കാൻ എന്താ? അവരെ കുറ്റം പറയാ, അവരെ മോശമാക്കി ചിത്രീകരിക്കുക, അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹു തആല എന്താ പറഞ്ഞത്? അവരോട് ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാല് അള്ളാഹുവിന്റെ റഹ്മത്ത് അവർക്ക് കിട്ടൂല. അപ്പൊ നല്ലോണം സൂക്ഷിച്ച് വേണം നമ്മൾ മഹാന്മാരെ കുറിച്ച് സംസാരിക്കും അല്ലെ. അത് അള്ളാഹു തആല ആദരിച്ചവരല്ലേ. അപ്പൊ അതുകൊണ്ട് ആണ് പറഞ്ഞത്, എന്റെ വലിയനോട് ആരെങ്കിലും ശത്രുത കാണിച്ചാൽ അവനോട് ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. അപ്പൊ ആ ഹദീസും അതിന്റെ അർത്ഥം മനസ്സിലാക്കി വെക്കുക. നമ്മുടെ ക്ലാസിന്റെ ചെയ്യാൻ പോവാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഈജിപ്ത് കീഴടക്കി ആരെയാണ് അവിടെ ഗവർണറെ നിയമിച്ചിരുന്നത്? ഓർമ്മയുണ്ടോ? ഓക്കെ. അപ്പൊ അമ്രുബിൻ അല്ല, അമ്രു എഴുതുമ്പോ ഒരു വാവ് ഉണ്ടാവും റാവിന് ശേഷം. അമ്രുബിനു, അത് അമ്രു ബബിനു എന്ന് വായിക്കണ്ട. അമ്രു എന്നുള്ളത് എഴുതുമ്പോ ഉമർ അല്ല, അമ്രു എഴുതുമ്പോ ആ റാവിന് ശേഷം ഒരു വാവ് ഉണ്ടാവും. അറബി ഭാഷയുടെ പ്രത്യേകതയാണ്, ശ്രദ്ധിക്കുക. അതുകൊണ്ടാണ് അമ്രുബിൻ അൽ ആസ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നത്. അപ്പൊ അത് ചോദിക്കാറുണ്ട്, ഈജിപ്തിലെ ഗവർണർ ആരായിരുന്നു? ഉമർ റളിയല്ലാഹു അൻഹു, അമ്രുബിൻ അൽ ആസ്. ആരാണ്? ഈജിപ്ത് കീഴടക്കിയതാണ്. 6 മണി ആയിക്കണമെന്നല്ലേ? ആയിക്കോട്ടെ, സാരില്ല, എപ്പോ കഴിയട്ടെ മോളെ. ഇത് നമുക്ക് അവസാനിപ്പിച്ചാൽ നമുക്ക് സ്വലാത്തല്ല പോരെ? ക്ഷമിക്കൂലേ? ഓക്കെ. ഉമർ റളിയല്ലാഹു അൻഹു ഈജിപ്ത് കീഴടക്കിയത് ഉമർ റളിയല്ലാഹു അൻഹു ആണ്. എന്നിട്ട് അവിടെ അദ്ദേഹം ഗവർണറായി നിയമിച്ച സ്വഹാബിയുടെ പേര് ഒരുപാട് ചോദ്യപേപ്പറിൽ വന്നിട്ടുണ്ട്. എന്താണ്? അമ്രുബിൻ പിന്നെ അവിടെ ഒരു നൈൽ നദിന്റെ കഥ ഒക്കെ ഇല്ലേ? ഓർമ്മയുണ്ടോ? നൈൽ നദി ഇങ്ങനെ ഒഴുകാതെ നീ നിന്റെ ഇഷ്ടത്തിനാച്ചാൽ ഒഴുകരുത്, നീ ഇവിടെ നിന്നോ. അതല്ലെങ്കിൽ ഇഷ്ടത്തിനാച്ചാൽ നീ ഒഴുകിക്കോ. ആ കഥ നിങ്ങൾ ഓർത്തു വെക്കും. നമ്മൾ സമയം കഴിയാൻ പോണല്ലോ. അത് വായിക്കണോ വായിക്കണ്ടേ? നിങ്ങൾ പറഞ്ഞാൽ വായിക്കാം, അല്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം. പെട്ടെന്ന് അവസാനിപ്പിക്കട്ടെ. എന്നാല് സമയം കഴിഞ്ഞോണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. അതിൽ ജസ്റ്റ് ഒന്ന് ഇത് ഈ നൈൽ നദിക്ക് കത്ത് എഴുതിയ ആളാരാ?
ഓക്കെ, അത് നിങ്ങളെ മനസ്സിലുണ്ടാവണം കേട്ടോ. ആരാണ് എഴുതിയതെന്ന് ചോദിക്കാറുണ്ട്, എപ്പോഴും ചോദിക്കാറുണ്ട്. പിന്നെ ഇതിന്റെ അവസാനത്തുനിന്ന് ഈ വരി ഉണ്ടോ നിങ്ങള്? ജീവിതകാലത്തെന്ന പോലെ മഹാത്മാക്കൾക്ക് മരണാനന്തരവും കറാമത്തുകൾ ഉണ്ടാകുന്നതാണ്. ഇത് ഒരുപാട് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ ചോദ്യം വന്നാട്ടോ. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു മോചിസത്തുകളെ കുറിച്ച് പറഞ്ഞിരുന്നു. അമ്പിയ മുസ്ലിങ്ങളുടെ മോചിസത്ത് മരണാനന്തരവും നിലനിൽക്കുന്ന പറഞ്ഞിട്ടില്ലേ? എന്നതുപോലെ ജീവിതകാലത്തെന്ന പോലെ മരണാനന്തരവും കറാമത്തുകൾ ഉണ്ടാകുന്നതാണ്. ഓക്കെ, അപ്പൊ നമ്മളെ സമയം കഴിഞ്ഞോടെ നിങ്ങൾ ആരും ഞാൻ മുഷിപ്പിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് നമ്മൾ 5 പാഠം വിചാരിച്ചിരുന്ന 4 പാഠം അൽഹംദുലില്ലാഹ് കഴിഞ്ഞു. അൽഹംദുലില്ലാഹ് ബാക്കി പാഠങ്ങൾ നമുക്ക് ചർച്ച ചെയ്തിട്ട് ക്വസ്റ്റ്യൻ പേപ്പറും കൂടി ഇൻഷാ അല്ലാഹ് വരും ദിവസങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യണം? ഇൻഷാ അല്ലാഹ് ചർച്ച ചെയ്യണം. ഓക്കെ, നിങ്ങൾക്ക് മടുപ്പൊന്നും ഉണ്ടായിട്ടില്ല. 6 മണിയായപ്പോൾ ഒരു വിഷമല്ലേ, പെട്ടെന്ന് തീരായിട്ട് ആളുകൾക്കൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട്. അൽഹംദുലില്ലാഹ്, അതാണ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ കേട്ടോ. ഇപ്പൊ നമ്മൾ ഇട്ട് വന്നത് നിങ്ങൾ എടുത്താൽ മതി. ഇനി വേണമെങ്കിൽ അടുത്തത് നമ്മൾ ഈ വിഷയം കഴിഞ്ഞാൽ ഇതിന്റെ ഇട്ടുതരും. അങ്ങനെ ഓരോന്ന് കഴിയുമ്പോൾ നമ്മൾ ഇട്ടുതരും. അല്ലെങ്കിൽ നമുക്ക് പരീക്ഷ നടത്താൻ പറ്റില്ലല്ലോ. പരീക്ഷ നടത്തണച്ചിട്ടാണ് നിങ്ങൾക്ക് ആദ്യം തന്നെ ഇട്ടുതരാം കേട്ടോ. ഇൻഷാ അല്ലാഹ് നമുക്ക് പാഠഭാഗങ്ങൾ റിവിഷൻ നടത്തി പരീക്ഷയായിട്ട് ഇങ്ങനെ നടത്തി പോവാം. ഓക്കെ, എന്നാൽ പിന്നെ നമ്മൾ ഇനി സ്വലാത്ത് ചൊല്ലിയാലോ?